ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. എന്റെ പ്രേക്ഷകരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തരം കാറ്റഗറി മൂവിയാണ് സോംബി മൂവി. എന്നാൽ അങ്ങനെ ഒരു കഥ തന്നെ ഇന്ന് കേൾക്കാല്ലേ. പക്ഷേ നിങ്ങൾ സാധാരണ കാണുന്ന സോംബി മൂവി ഉണ്ടല്ലോ, അതുപോലെയല്ല ഈ സിനിമ. വളരെ വ്യത്യസ്തമാണ്, അതുപോലെ ഭയങ്കര ത്രില്ലിംഗും ആയിരിക്കും കേട്ടോ. ഒരു 5 മാസങ്ങൾക്ക് മുന്നേ 20 years later എന്നൊരു സിനിമയുടെ കഥ ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ 2026 ആ കഥയുടെ ബാക്കി ഭാഗം കൂടി റിലീസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ആദ്യ ഭാഗം കണ്ടാലല്ലേ ഇത് മനസ്സിലാവുള്ളൂ എന്ന്. സോ നിങ്ങൾക്ക് ആദ്യ ഭാഗം കാണാൻ താല്പര്യമില്ലെങ്കിൽ ഞാനൊരു 1-2 മിനിറ്റ് കൊണ്ട് ആദ്യ ഭാഗത്തിന്റെ കഥ പറഞ്ഞുതരാം. ഇനിയിപ്പോ ഇതിന്റെ ആദ്യ ഭാഗം കാണാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കാം. എന്തായാലും ആദ്യ ഭാഗത്തിന്റെ കഥ ഒരു ചുരുക്ക രൂപത്തിൽ പറയാം. അതായത് നമ്മുടെ ഭൂമിയിൽ വലിയൊരു സോംബി വൈറസ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുകയാണ്. അതിനുശേഷം 28 വർഷങ്ങൾ കഴിഞ്ഞു യൂറോപ്പിലെ ഒരു പ്രത്യേക ഭാഗം ഫുള്ളായിട്ട് ക്വാറന്റൈൻ ചെയ്തിരിക്കുകയാണ്. അതിനുള്ളിൽ നിന്നും ഇൻഫെക്റ്റഡ് ആയ ആൾക്കാർക്കും ഇൻഫെക്റ്റഡ് ആവാത്ത ആൾക്കാർക്കും പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. സോ അതിനുള്ളിൽ സോംബികളും ഉണ്ട്, അതുപോലെ തന്നെ സാധാരണ മനുഷ്യരും ഉണ്ട്. അതുപോലെ ഈ സോംബികളിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ആൽഫ സോംബികൾ. സാധാരണ മനുഷ്യരിൽ ഈ വൈറസ് ഒരു ഹോർമോൺ പോലെ, ഒരു ഗ്രൗത്ത് ഹോർമോൺ പോലെ വർക്ക് ചെയ്ത് അവരുടെ ശരീരം ഭീമാകാരമായ രീതിയിൽ വളരും, ഒരു രാക്ഷസ രൂപത്തിലേക്ക്. ഇതിനെയാണ് ആൽഫ സോംബികൾ എന്ന് പറയുന്നത്. ഈ ആൽഫ സോംബികളുടെ കയ്യിൽ കിട്ടിയാൽ ഇവന്മാർ എന്താ ചെയ്യാന്നറിയോ? അവരുടെ കൈ കൊണ്ട് നമ്മുടെ തല ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കും. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടാവുന്നുണ്ട്. ഒരു പ്രീസ്റ്റിന്റെ ഫാമിലിയെ സോംബികൾ വന്ന് അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കുകയാണ്. അന്ന് അവിടുന്ന് രക്ഷപ്പെട്ടത് ആ പ്രീസ്റ്റിന്റെ മകൻ മാത്രമായിരുന്നു. അവന്റെ പേര് ജിമ്മി എന്നാണ്. അവന്റെ കുടുംബത്തിന്റെ മരണം അവന്റെ കൺമുന്നിൽ വെച്ചാണ് നടന്നത്. സോ അതവനെ മെന്റലി വല്ലാതെ ബാധിക്കുകയാണ്. ഈശ്വര വിശ്വാസിയായിരുന്ന അവനിപ്പോ ഒരു ചെകുത്താൻ വിശ്വാസിയായി മാറിയിട്ടുണ്ട്. അവൻ സ്വയം വിശ്വസിക്കുന്നത് ഞാനൊരു സാത്താന്റെ സന്തതിയാണ്, സാത്താനെ സന്തോഷിപ്പിക്കാനായിട്ട് ബലിയർപ്പിക്കേണ്ട അങ്ങനെ കടമയുള്ള ഒരാൾ. ഇവൻ വളർന്ന് വലുതായതിനു ശേഷം ഒരു പക്ക സൈക്കോ ആയിട്ട് മാറുന്നുണ്ട്. ഇവന്റെ കൂട്ടത്തിലേക്ക് വേറെയും ചില ആൾക്കാർ വരുന്നുണ്ട്. ഇവർക്ക് ഈ സോംബികൾ എന്ന് പറഞ്ഞാൽ യാതൊരു ഭയവും ഇല്ല കേട്ടോ. ഭയങ്കരമായ വേഗതയിൽ ആയുധം നന്നായിട്ട് ഉപയോഗിക്കാറിയുന്ന ഈ ഒരു ജിമ്മിയുടെ ഗ്യാങ് ഉണ്ടല്ലോ, ഇവരുടെ അടുത്തേക്ക് ഒരു സോംബി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കൂട്ടം സോംബികൾ വന്നു കഴിഞ്ഞാൽ സോംബികളുടെ കഥ തീർന്നു എന്ന് പറയാം. സത്യം പറയുകയാണെങ്കിൽ ക്വാറന്റൈൻ ചെയ്ത ഈ ഏരിയയിൽ ഏറ്റവും ഡേഞ്ചർ സോംബികളെക്കാളും ഇവന്മാരാണ്. ഒരു ദയാദാക്ഷിണ്യം ഇവന്മാർക്കില്ല. അതുപോലെ തന്നെ ഈ സോംബികളുടെ അറ്റാക്ക് ഇല്ലാത്ത കടലിന്റെ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ദ്വീപ് ഉണ്ടായിരുന്നു. ആ ദ്വീപിലുണ്ടായിരുന്ന ഒരു പയ്യൻ ആ ദ്വീപിൽ നിന്ന് മടുത്ത്, അതുപോലെ അവന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ. അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന് കരുതിയിട്ട് പുറത്ത് എവിടെയോ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറുടെ അടുത്തേക്ക് അമ്മയും കൂട്ടി ആരോടും പറയാതാവും പോവാണ്. ആ പയ്യന്റെ പേരാണ് സ്പൈക്ക്. അങ്ങനെ അവൻ തേടി വന്ന ആ ഒരു ഡോക്ടറെ കാണുകയാണ് കേട്ടോ. ഡോക്ടർ കെൽസൺ എന്നായിരുന്നു അയാളുടെ പേര്. കണ്ടാൽ ഒരു പ്രാന്തനെ പോലെ തോന്നും. ദേഹം മുഴുവനായിട്ടും രക്തനിറത്തിൽ എന്തോ ഒരു മരുന്ന് തേച്ചിരിക്കുകയാണ്. അത് അയഡിനാണ്. വൈറസ് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള ഒരു കെമിക്കലായിരുന്നു അത്. അതുപോലെ തന്നെ ഈ ഡോക്ടർ കെൽസൺ ഉണ്ടല്ലോ, സോംബികളെ എല്ലാം കൊന്ന് അവരുടെ ശരീരം മുഴുവനായിട്ട് കത്തിച്ചു കളഞ്ഞ് അവരുടെ തലയോട്ടി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കൂട്ടിവെക്കും. ബാക്കിയുള്ള എല്ലുകൾ കൊണ്ട് ഒരുപാട് തൂണുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്ഥലത്തിന്റെ പേരാണ് ബോൺ ടെമ്പിൾ. അങ്ങോട്ടേക്ക് സ്പൈക്ക് എത്തുകയാണ്. നല്ലവനായിട്ടുള്ള ഈ ഡോക്ടർ ഉണ്ടല്ലോ, അയാൾ റിസർച്ചിലായിരുന്നു. ഈ സോംബികളെ എങ്ങനെ മാറ്റിയെടുക്കാം, എന്താണ് ഇവരുടെ പ്രശ്നം, ഇതിനെക്കുറിച്ച് പഠിക്കാൻ അയാൾ. അതുപോലെ ഇതുപോലെ ഒരു ബോൺ ടെമ്പിൾ അയാൾ ഉണ്ടാക്കി വെച്ചത് മനുഷ്യരുടെ എന്താ പറയാ ഒരു ശവകുടീരം പോലെയായിരുന്നു. ഈ ഡോക്ടറുടെ അടുത്തേക്ക് അമ്മയുമായിട്ട് വന്ന സ്പൈക്കിനെ നന്നായിട്ട് തന്നെ ഡോക്ടർ നോക്കുകയാണ് കേട്ടോ. മാത്രമല്ല അവന്റെ അമ്മ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ അമ്മയുടെ സമ്മതത്തോടു കൂടി തന്നെ അവരെ കൊന്നുകളയാണ് ഡോക്ടർ ഇപ്പോൾ. കാരണം അവന്റെ അമ്മയുടെ തലയിൽ ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. അമ്മ വിട്ടുപോയ ആ ഒരു സങ്കടത്തില് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായ സ്പൈക്ക് ഡോക്ടറോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. ആ സമയത്ത് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സോംബികൾ വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് അമ്പ് ചെയ്യാൻ അറിയാവുന്ന സ്പൈക്ക് അതിൽ കുറെ എണ്ണത്തിന് അമ്പ് ചെയ്ത് കൊല്ലുന്നുണ്ട്. എന്നാൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു വഴിയിൽ അവൻ ബ്ലോക്ക് ആവുകയാണ്. അവിടെ വഴിയില്ല, എന്ത് ചെയ്യും എന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ അതിന്റെ മുകളിൽ നിന്നും കുറച്ച് ആൾക്കാർ താഴേക്ക് ചാടി വീഴാണ്. വെള്ള മുടിയുള്ള ഈ കൂട്ടം ആൾക്കാരുണ്ടല്ലോ, സോംബികളെ വളരെ നിഷ്പ്രയാസം തന്നെ കൊന്നൊടുക്കുകയാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരുടെ ലീഡർ ആയിട്ടുള്ള ജിമ്മിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, സാത്താൻ വിശ്വാസിയായിട്ടുള്ള ജിമ്മി, അവനും അവന്റെ കൂട്ടാളികളുമാണിത്. ഇത്രയും കാര്യമാണ് ഇതിന്റെ ആദ്യ ഭാഗത്തിൽ നടന്നത്. സോ ഇതിന്റെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നത് തന്നെ ഈ ജിമ്മിയും ജിമ്മിയുടെ കൂട്ടാളികളും പിടിച്ചുകൊണ്ടുപോയ നമ്മുടെ സ്പൈക്കിനെ കാണിച്ചുകൊണ്ടാണ്. എന്നാൽ സ്പൈക്കിനെ രക്ഷപ്പെടുത്തി വളർത്താനൊന്നുമല്ല അവർ കൊണ്ടുപോയത്, അവനെ ട്രെയിൻ ചെയ്യാണ്. അവരുടെ കൂട്ടത്തിൽ ചേർക്കണമെങ്കിൽ മനസ്സാക്ഷി ഉണ്ടാവാൻ പാടില്ല, അത്യാവശ്യം നല്ല സ്കില്ലും വേണം. സോ ആ കൂട്ടത്തിലെ ഒരുത്തനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ജിമ്മി പറയാം. എന്നാൽ പാവം നമ്മുടെ സ്പൈക്കിനെ ഒന്ന് കത്തി പിടിക്കാൻ പോലും അറിയില്ല കേട്ടോ. അവനാണെങ്കിൽ ഒരു എലിക്കുട്ടിയെ തട്ടിക്കളിക്കുന്നത് പോലെ സ്പൈക്കിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ പോലെയുള്ള ആയുധം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്ക് സ്പൈക്കൊക്കെ ഒരു ഇരയാണോ? എന്നാൽ അവന് തെറ്റിപ്പോയി. തക്കം നോക്കി സ്പൈക്ക് ഉണ്ടല്ലോ, അവന്റെ പേര് താഴേക്ക് വലിച്ചൂരുകയാണ്. എന്നിട്ട് കത്തിയെടുത്ത് അവന്റെ തൊടയിലേക്ക് ഒറ്റ കുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല. അവൻ നന്നായിട്ട് തന്നെ ഇപ്പൊ സ്പൈക്കിന് തെറി വിളിയാണ്. പിന്നീട് ദേഷ്യം വന്ന അവൻ പറയാണ്, ഈ കത്തി കൊണ്ട് തന്നെ ഞാൻ നിന്റെ തൊലി ഉരിഞ്ഞെടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ കത്തി അവൻ ഊരുന്നുണ്ട്. ചെറിയൊരു മുറിവായിരിക്കും എന്ന് കരുതിയിട്ടാണ് അവൻ ആ ഒരു കത്തി ഊരിയത്. എന്നാൽ കത്തി ഊരിയ സമയത്ത് രക്തം പൈപ്പ് തുറന്നതുപോലെ തെറിക്കുകയാണ്. കാരണം കറക്റ്റ് ഞരമ്പുള്ള ഭാഗത്തായിരുന്നു ആ കത്തി കയറിയത്. ഞരമ്പ് കട്ടായി പോവാണ്. ഒരുപാട് രക്തം ചീറ്റി തെറിക്കുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട് അവനാകെ പേടിച്ച് ഇവരോട് സഹായം ചോദിക്കുമ്പോൾ കൂട്ടത്തിൽ
കൂട്ടത്തിൽ ഒരുത്തൻ സഹായിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവനെ തള്ളി മാറ്റാണ്. വേണ്ട, അങ്ങനെ ഒരു നിയമം നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലില്ല. എല്ലാവരും അവനെ ചിരിച്ചുകൊണ്ട് തന്നെ നോക്കുകയാണ്. പ്രധാനമായിട്ടും അവരുടെ ലീഡർ ആയിട്ടുള്ള ജിമ്മി. മാത്രമല്ല ഈ കൾട്ട് ഗ്രൂപ്പിലുള്ള ഇവരുടെ എല്ലാവരുടെയും പേര് ജിമ്മി എന്ന് തന്നെയാണ്. ജിമ്മിയുടെ കൂടെ ചെറിയ ചെറിയ വാലുകൾ ഉണ്ടാവും. ഇപ്പൊ മരിച്ചവന്റെ പേര് ജിമ്മി ഷ്രൈക്ക് എന്നായിരുന്നു. എന്തായാലും ഇവർ ഇവിടം വിട്ട് പോവാണ് അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത ഇരയെ തേടിക്കൊണ്ട്. ക്വാറന്റൈൻ ചെയ്ത ഈ ലാൻഡിൽ ഒരു തരം സൈക്കോകളായിട്ടുള്ള വേട്ടക്കാരാണ്. എന്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ചെയ്യും. അങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ളവന്മാരാ. ഇപ്പൊ ഒരുത്തൻ അവിടെ മരിച്ചു വീണല്ലോ. അബദ്ധത്തിലാണ് സ്പൈക്കിന് അവനെ കൊല്ലാൻ കഴിഞ്ഞത്. എന്തായാലും അതുകൊണ്ട് തന്നെ സ്പൈക്കിനെ ടീമിലെടുത്തു. ഇപ്പൊ ഈ മരിച്ചു പോയതിന്റെ കൂട്ടുകാരൻ വന്ന് കുറച്ച് വിഷമത്തില് അവന്റെ വെള്ളം മുടി, അതൊരു വിഗായിരുന്നു, അത് ഊരിയെടുത്ത് സ്പൈക്കിന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നിനക്കാന്ന് പറഞ്ഞിട്ട്. എന്തായാലും ആ ഒരു ഷെഡ് വിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവർക്ക് നേരെ ഒരു സോംബി അങ്ങനെ പാഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കൂട്ടത്തിലെ ഒരു പെണ്ണ്, ഒരുമാതിരി സൈക്കോ പോലത്തെ ഒരു തുമ്പിയെ പോലെ തുള്ളിച്ചാടി നടക്കുന്ന ഒരു പെണ്ണ്. ഇവള് പോയിട്ട് ആ സോംബിയുടെ തല തന്നെ കറക്കിയെടുത്ത് പൊട്ടിച്ചു കളയാണ്. എന്നിട്ട് ദാണ്ടെ കുഞ്ഞിപ്പുഴു തുള്ളി പോകുന്നത് പോലെ തുള്ളി അവരുടെ അടുത്തേക്ക് പോവാണ്. ഇതേ നേരം മറ്റൊരു ഭാഗത്ത് സോംബികളാകാത്ത വേറെയും കുറെ അധികം മനുഷ്യർ ഇവിടെ പെട്ടുപോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് കഴിക്കാൻ ഭക്ഷണം വേണ്ടേ. അങ്ങനെ ഭക്ഷണത്തിനായിട്ട് വേട്ടയാടാൻ ഇറങ്ങിയ ഒരാളെ കാണിക്കുകയാണ്. കുറ്റിക്കാട്ടിൽ എന്തോ ഒരു അനക്കം കണ്ട് ഇയാൾ ആകെ പേടിച്ചു പോകുന്നുണ്ട്. പെട്ടെന്നാണ് ഇയാൾക്ക് നേരെ കുറച്ചധികം സോംബികൾ ചാടി വീഴുന്നത്. അതിൽ ഒരെണ്ണം ആൽഫയായിരുന്നു. ആൽഫ എന്ന് പറഞ്ഞാൽ ഭീമാകാരമായ വലുപ്പുള്ള സോംബികളാണ്. അതിനെ കണ്ട് പേടിച്ച് ഇയാൾ താഴേക്ക് വീഴുന്നുണ്ട്. ഇയാളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. 2 അമ്പ് അവന്റെ ദേഹത്തേക്ക് വിട്ടെങ്കിലും അതൊന്നും അവനൊന്നും ആയില്ല. മാത്രമല്ല ഈ ആൽഫ സോംബി സാധാരണ മനുഷ്യരെ കാണുമ്പോൾ അവനക്ക് കാണാൻ കഴിയുന്നത് രക്തരക്ഷസായിട്ടുള്ള പ്രേതങ്ങളുണ്ടല്ലോ, അതുപോലെയാണ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ പിടിച്ച് ഇവൻ ആ മനുഷ്യന്റെ തലയും ഉടലും 2ആയിട്ട് പറിച്ചെടുക്കുകയാണ്. എന്നിട്ടൊരു അലർച്ചയുണ്ട്. അതായത് ബാക്കിയുള്ള സോംബികളെക്കാൾ ഭയങ്കരമായിട്ടുള്ള വയലൻസ് ഈ ആൽഫകൾക്ക് ഉണ്ടാവും. ഒരാളെയോ അല്ലെങ്കിൽ ഒരു മൃഗത്തിനെയോ കയ്യിൽ കിട്ടിയാൽ വളരെ ക്രൂരമായിട്ട് അവരുടെ തല ശരീരത്തിൽ നിന്നും ഒരു നാര് വലിച്ചെടുക്കുന്നത് പോലെ വലിച്ചെടുക്കുകയാണ് ചെയ്യുക. അതായത് ശരീരത്തിന്റെ ഉള്ളിൽ നിന്നും ആ നട്ടലിന്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് പൂർണ്ണമായിട്ട് ഊരി വരും, ഒരു മാല പോലെ. അത്രക്കും വയലൻസ് ആണ് ഇവന്മാർക്ക്. ഇതിനുശേഷം നമ്മുടെ ഡോക്ടർ കെൽസനെ കാണിക്കുകയാണ്. ഒരു ട്രെയിനിന്റെ ഉള്ളിൽ നിന്നും ഗർഭിണിയായിട്ടുള്ള ഒരു സോംബിയെ കൊന്ന് അതിന്റെ ആ ഒരു ഡെഡ് ബോഡി അയാളുടെ ആ ഒരു ബോൺ ടെമ്പിളിലേക്ക് കൊണ്ടുപോകാണ്. ബോൺ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അസ്ഥികൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു അമ്പലമാണ്. അങ്ങോട്ടേക്ക് ഈ സോംബി സ്ത്രീയുടെ ഡെഡ് ബോഡി വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഈ ശബ്ദം ആര് കേൾക്കുകയാണ്? നേരത്തെ കണ്ട ആ ഒരു ആൽഫ കേൾക്കുകയാണ്. അവന്റെ കയ്യിൽ നേരത്തെ അവൻ വേട്ടയാടിക്കുന്ന മനുഷ്യന്റെ തലയുണ്ടായിരുന്നു. ആ തലയുടെ മുകൾ ഭാഗം കടിച്ച് പൊട്ടിച്ച് തലച്ചോറ് കൈകൊണ്ട് വാരി തിന്നുകയാണ്. എന്നാൽ എന്താണെന്നറിയില്ല, അവൻ ആ ഒരു രുചിയൊന്നും പറ്റുന്നില്ല തോന്നുന്നു. അതുപോലെ തന്നെ ചെറിയ ചെറിയ സോംബികൾ വന്നിട്ട് ഈ മനുഷ്യന്റെ ബാക്കിയുള്ള ശരീരം തിന്നുന്നുണ്ട്. ഈ നേരത്താണ് ഡോക്ടർ കെൽസൺ അതിലൂടെ പോകുന്നത്. ഈ ഒരു ആൽഫയ്ക്ക് മനസ്സിലാവുന്നത്. അവൻ വേഗം തന്നെ കെൽസന്റെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലുകയാണ്. ഇത് മനസ്സിലാക്കിയ കെൽസൺ എന്താ ചെയ്യുന്നത്? കയ്യിലുണ്ടായിരുന്ന ഒരു കുഴലെടുക്കുകയാണ്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഡോക്ടർ കെൽസന്റെ നേരെ ഈ ആൽഫ പാഞ്ഞു വരുന്നത് കേട്ടോ. പല തവണയായിട്ട് വന്നിട്ടുണ്ട്. പല തവണയായിട്ട് ഡോക്ടർ കെൽസൺ അവനെ കീഴടക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്നല്ലേ, ഇയാളുടെ കയ്യിൽ ആ ഒരു പൈപ്പ് കണ്ടോ, അതിൽ മോർഫിന്റെ ഒരു ചെറിയ ഇഞ്ചക്ഷൻ ഉണ്ട്. അത് ഇവന് നേരെ അങ്ങോട്ട് ഊതി വിടും. അപ്പൊ ആ ഒരു ചെറിയ ആണി പോലത്തെ സാധനം അവന്റെ ദേഹത്തേക്ക് തുളച്ചു കയറി കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ആൽഫ സോംബിക്ക് അനങ്ങാൻ കഴിയില്ല. അവൻ അവിടെ തളർന്നിരുന്നു പോകും. അതുപോലെ തന്നെ ഇപ്പോഴും ചെയ്യാണ്. അവൻ അവിടെ തളർന്നിരുന്നു പോകുന്നുണ്ട്. ഇപ്പൊ ഡോക്ടർ കെൽസൺ അവന്റെ അടുത്തേക്ക് പോയിട്ട് അവന്റെ ശരീരത്തിൽ തറച്ചു കയറിയ ആ അമ്പുകളൊക്കെ വലിച്ചു ഊരി കൊടുക്കുകയാണ്. ചെറിയ ചെറിയ ഇൻഫെക്ഷൻ ഒക്കെ അവന്റെ ശരീരത്തിൽ വന്നിട്ടുണ്ട്. എന്ത് ഇൻഫെക്ഷൻ? അവന്റെ ശരീരം മുഴുവനേ ഇൻഫെക്ഷൻ ആണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചെന്ന് അറിയോ? 28 വർഷങ്ങൾ കൊണ്ട് അവരുടെ ശരീരം ആ ഒരു വൈറസുമായിട്ട് ഇണങ്ങി ചേർന്നിട്ടുണ്ട്. ഒരു പുതിയ തരം ജീവിയായി തന്നെ മാറിയിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ മുറിവും കാര്യങ്ങളാകുന്ന സമയത്ത് സാധാരണ മൃഗങ്ങൾക്ക് എന്താ പറയാ, പഴുപ്പും കാര്യങ്ങളൊക്കെ വരില്ലേ, അതുപോലെ ഇപ്പൊ അവന്റെ ശരീരത്തിലും വന്നിട്ടുണ്ട്. മാത്രമല്ല അവനൊരു പേരും കൂടെ നമ്മുടെ ഡോക്ടർ കെൽസൺ വെച്ചിട്ടുണ്ട്, സാംസൺ. അവൻ ആ ഒരു പേര് വെക്കാൻ കാരണം അവന്റെ ഭീമാകാരമായിട്ടുള്ള ആ ഒരു വലുപ്പവും അവന്റെ ശക്തിയും അവന്റെ നീണ്ട മുടിയും കണ്ടിട്ടാണ്. ഇതിനുശേഷം ഡോക്ടർ കെൽസൺ നേരത്തെ കൊണ്ടുപോയ ആ ഒരു സോംബിയുടെ മൃതദേഹം ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ ഒരു പ്രത്യേകതരം കുക്കർ പോലത്തെ ഒരു സംഭവമുണ്ട്. അതിലിട്ട് ശരീരം മുഴുവനായിട്ട് കത്തിച്ചെടുത്ത് വെറും എല്ല് മാത്രമാക്കിയിരിക്കുക. പിന്നീട് സാധാരണ എല്ലുകൾ അവിടെ ഉണ്ടായിരുന്ന തൂണിൽ കൊണ്ടുപോയി കെട്ടിവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ തലയോട്ടി ഈ സ്ഥലത്തിന്റെ ഒത്ത നടുവിലായിട്ട് ചെറിയൊരു ഗോപുരം പോലെ ഒരു സ്ഥലമുണ്ട്, അവിടെയും കൊണ്ടുപോയി വെക്കുകയാണ്. പിന്നീട് വിശ്രമിക്കാനായിട്ട് ഭൂമിയുടെ അടിയിൽ ചെറിയൊരു ബങ്കർ പോലെ ഒരു സ്ഥലം അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ വിശ്രമെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഇയാളുടെ ഈ സ്ഥലത്തേക്ക് വീണ്ടും ആ ഒരു ആൽഫ, അതായത് സാംസൺ വരികയാണ്. പക്ഷേ കുറെ തവണ ഡോക്ടർ കെൽസനെ ഇങ്ങനെ കണ്ട് അവൻ എന്തോ കെൽസനെ ഒരു പരിചയമുള്ളതുപോലെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴത്തെയും പോലെ ഇത്തവണ ആക്രോശിച്ചുകൊണ്ട് വരുന്നില്ല. ഡോക്ടർ കെൽസൻ അവനൊരു സുഹൃത്തിനെ പോലെ കാണാൻ തുടങ്ങുകയാണ്. പതിയെ മിതമായ രീതിയിൽ അവനോട് സംസാരിക്കാനും ശ്രമിക്കുകയാണ്. പക്ഷെ എങ്ങനെയൊക്കെയായാലും അതൊരു സോംബിയാണ്. ഒറ്റയടിക്ക് വിശ്വസിച്ച് അവന്റെ മുന്നിൽ പോയി ഇരുന്നു കൊടുത്താൽ ശരീരത്തിൽ നിന്നും അവൻ തല ഊരിയെടുക്കുന്ന ഡോക്ടർ കെൽസന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ശാന്തനായിട്ട് വരുന്ന സാംസന്റെ ദേഹത്തേക്ക് ഒരു തവണ കൂടെ ആ ഇഞ്ചക്ഷൻ ഇപ്പോൾ കെൽസൺ അടിക്കുകയാണ്. പതിയെ അവൻ അവിടെ തളർന്നിരിക്കുന്നുണ്ട്. ഈ നേരത്ത് പതിയെ അവനോട് സംസാരിക്കാനായിട്ട് കെൽസൺ ശ്രമിക്കുകയാണ്. കാരണം പല തവണയായിട്ട് ഈ ഒരു ഇഞ്ചക്ഷൻ അവന്റെ ദേഹത്തേക്ക് കുത്തി വെച്ചത് കൊണ്ട് തന്നെ അവന്റെ ദേഹത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നതായിട്ട് കെൽസൺ ഇപ്പൊ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവന്റെ ആ ഒരു ചോര കണ്ണുകളുടെ നിറകെ പതിയെ സാധാരണ രീതിയിൽ മാറി വരുന്നുണ്ട്. മുഖത്തെ ആ ഒരു ചോര തുടിക്കുന്ന ഞരമ്പുകളൊക്കെ പതിയെ താഴാൻ തുടങ്ങുകയാണ്. എന്തൊക്കെയോ ചില മാറ്റങ്ങൾ അവനിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. പല തവണയായിട്ട് അവൻ
അവന്റെ ദേഹത്തേക്ക് കയറിയ ആ ഒരു മരുന്നിന്റെ എഫക്റ്റ് ആണത്. ആ മരുന്നിന്റെ ആ ഒരു കോമ്പോസിഷൻ അത് ഡോക്ടർ കെൽസൺ തന്നെ ഉണ്ടാക്കിയെടുത്തതാ. മാത്രമല്ല ഈ മരുന്നിന്റെ എഫക്റ്റ് കാരണം സാംസന്റെ ശരീരത്തിൽ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് ഡോക്ടർ കെൽസന് മനസ്സിലായി. എന്നാലും അയാൾ ഒരു സാഹസികമായിട്ടുള്ള കാര്യം ചെയ്യാണ്. മരുന്നിന്റെ എഫക്റ്റ് ഇല്ലാതെ തന്നെ അവൻ ഈ ഒരു കെൽസനുമായിട്ട് കൂട്ടാവുക എന്ന് നോക്കുകയാണ്. അതെങ്ങനെയല്ലേ, അവന്റെ ദേഹത്ത് കുത്തിവെക്കുന്ന ആ ഒരു മരുന്ന് ശരിക്കും അതൊരു മയക്കുമരുന്നാണ്. അതിപ്പോ ഒരു ഇത്തിരി കെൽസൺ കഴിക്കുന്നുണ്ട്. നല്ല ബോധക്കേടിൽ അവിടെ കിടന്നുറങ്ങുകയാണ്. ഇനിയിപ്പോ അവൻ കൊല്ലുകയാണെങ്കിൽ തന്നെ ബോധമില്ലാത്ത സമയത്ത് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും മൂപ്പരങ്ങനെ ആ ഒരു മരുന്നും കഴിച്ച് കിടക്കുന്നത്. കുറെ നേരം കഴിഞ്ഞ് കെൽസൺ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇല്ല, തല പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടെന്ന് മൂപ്പർക്ക് മനസ്സിലായി. പിന്നെ സാംസനെ നോക്കിയപ്പോൾ അവൻ അവിടെ എവിടെയും കാണാനുമില്ല. അപ്പൊ തന്നെ ഡോക്ടർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ്. കാരണം അവന്റെ ദേഹത്തെ ആ ഒരു മരുന്നിന്റെ എഫക്റ്റ് പോയിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടറെ കൊല്ലേണ്ടതാണ്. എന്നാൽ ഡോക്ടറെ കൊല്ലാതെ അവൻ പോയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ അവന്റെ ഉള്ളിൽ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഡോക്ടർക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് അങ്ങോട്ടേക്ക് അവൻ വേട്ടയാടി ഓരോ മൃഗങ്ങളെയൊക്കെ ഇപ്പൊ ഡോക്ടർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് കേട്ടോ. ശരിക്കും അതിന്റെ ഒരു സന്തോഷം കെൽസന് ഒരുപാടുണ്ടായിരുന്നു. അയാളത് നന്നായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പല തവണ ഈ ഒരു സോംബി വെറും സോംബി അല്ല, ആൽഫ സോംബിയുടെ കൂടെ ഇയാൾ നൃത്തം വരെ ചെയ്യുന്നുണ്ട്. ഇവിടെ സീൻ കട്ട അടുത്ത സീനിൽ കാട്ടിൽ കാണിക്കുകയാണ്. സോംബികൾ ആവാത്തൊരു 3 മനുഷ്യരെ കാണിക്കുന്നുണ്ട്. ഒരാളുടെ പേര് ജോർജ്, അതുപോലെ തന്നെ ടോമും അവന്റെ ഭാര്യയായിട്ടുള്ള കാതി പ്രഗ്നന്റ് ആണ്. ഭക്ഷണത്തിന് വേണ്ടി ചെറുതായിട്ട് വേട്ടയാടാൻ വേണ്ടി അവർ കാട്ടിലേക്ക് വന്നതാണ്. ഇതേ നേരം തന്നെ അതിലൂടെ ഒരു സോംബി പോകുന്നുണ്ട്. ഇപ്പോ കാതി പറയുന്നുണ്ട്, ആരും ശബ്ദം ഉണ്ടാക്കണ്ട, നമ്മളെ കണ്ടാൽ അവൻ കരയും, അവൻ കരഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും ഇങ്ങോട്ടേക്ക് ഓടി വരും. ഇപ്പൊ ജോർജ് ഒരു മണ്ടത്തരം കാണിക്കുന്നുണ്ട്, ഞാൻ പോയിട്ട് അവനെ കൊന്നുകളയാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാലോ. അപ്പൊ ടോമും കാതിയും വാൺ ചെയ്യുന്നുണ്ട്, വേണ്ട, അത് ഭയങ്കര റിസ്ക് ആണ്. എന്നാൽ അത് കേൾക്കാതെ ജോർജ് പോയിട്ട് ആ സോംബിയെ കൊത്തുന്നതിന് മുന്നേ തന്നെ അവനൊരു ചുള്ളിക്കമ്പിൽ ചവിട്ടി പോവാണ്. ശബ്ദം കേട്ട് സോംബി തിരിഞ്ഞു, ഒറ്റ അലർച്ചയാണ് കേട്ടോ. ആ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഒരുപാട് സോംബികൾ വരുന്നുണ്ട്. അപ്പോഴേ നമ്മുടെ ടോമും കാതിയും പറഞ്ഞതാ ഇത് ചെയ്യേണ്ട മണ്ടത്തരാണെന്ന്. അവരിപ്പോ അവിടെ ഓടുന്നുണ്ട്. എന്നെ ഇട്ടിട്ട് പോലടാന്ന് പറഞ്ഞിട്ട് ജോർജും പിന്നാലെ ഉണ്ട് കേട്ടോ. മണ്ടത്തരം കാണിച്ചതും പോരാ, ഇനിയിപ്പോ അവനെ കൂട്ടി എടുത്തോണ്ട് പോകണം. എന്തായാലും പിറകിലായി പോയ ജോർജിനെ സോംബികൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സോംബി വൈറസ് ശരീരത്തിൽ ഭയങ്കര മിന്നൽ വേഗത്തിലാട്ടോ സ്പ്രെഡ് ആവുക. പെട്ടെന്ന് തന്നെ ഈ ഒരു ജോർജ് ചോര വല്ലാതെ ഛർദ്ദിക്കാൻ തുടങ്ങുകയാണ്. അല്പനേരം കൊണ്ട് തന്നെ അവനും ഒരു സോംബിയായി മാറുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഗ്യാപ്പിന് എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ട ടോമും കാതിയും കൂടെ അവരുടെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കയറുകയാണ്. കുറെ ചെറിയ ചെറിയ വീടുകൾ ഉണ്ടായിരുന്നു. അതിലൊരു വീട്ടിലേക്ക്, അതായത് ഇവരുടെ വീട്ടിലേക്ക് ടോമും കാതിയും ചെന്ന് കയറിയപ്പോൾ അവിടെ അതാ കുറച്ച് കുരുപ്പുകളിരുന്ന് ഇവരുടെ ഭക്ഷണം എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റാരുമല്ല, ജിമ്മിയും അവന്റെ കൂട്ടാളികളുമായിരുന്നു. യാതൊരു മര്യാദയില്ലാതെ ആ ടേബിളിലിരുന്ന് വളരെ വൃത്തിയായിട്ട രീതിയിൽ സംസാരിച്ച് ഇവരെല്ലാവരും പരിഹസിച്ചുകൊണ്ടാണ് അവരവിടെ ഇരിക്കുന്നത്. ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. കാരണം ഇവരോട് മിണ്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഇവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. കുറച്ച് പ്രായമുള്ള അപ്പൂപ്പനുണ്ടായിരുന്നു. അയാളിങ്ങനെ പറയുന്നുണ്ട്, മക്കളെ ഒന്നും ചെയ്യല്ലേ, ഒന്നും പറയല്ലേ എന്നൊക്കെ. ഇതിനിടയിൽ നമ്മുടെ കാതി ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുന്ന് പോവാന്ന്. ഈ നേരത്തെ ജിമ്മി അവൾ നോക്കി ചിരിച്ചുകൊണ്ടെന്ന് പറയണം, ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പോവും, പക്ഷെ അതിനു മുന്നേ നിങ്ങൾ എല്ലാവരും നിരത്തി നിർത്തി നിങ്ങളുടെ തൊലി മുഴുവനും ഞങ്ങൾ ഉരിഞ്ഞെടുക്കും. നിങ്ങളെ വേദനിപ്പിക്കാനല്ല കേട്ടോ, നിങ്ങളോട് കാരുണ്യം കാണിക്കുകയാണ്, ഞങ്ങളുടെ സാത്താന് വേണ്ടിയുള്ള ബലിയാണിതൊക്കെ. ഇത് കേട്ടപാട് അവിടെ ഉണ്ടായിരുന്ന ടോമിന്റെ ആണോ കാതിയുടെ ആണോ ചേട്ടൻ ഉണ്ടായിരുന്ന അവിടെ അയാൾ തിളപ്പിച്ച വെള്ളം എടുത്ത് ഇവർക്ക് നേരെ ഒരേറ്റ ഏറാണ്. എന്നിട്ട് എല്ലാവരോട് ഓടി രക്ഷപ്പെടാൻ പറയുന്നുണ്ട്. എന്നാൽ ഈ പ്രാന്തന്മാരുടെ കയ്യിൽ നിന്നും കാതിക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റിയുള്ളൂ കേട്ടോ. ബാക്കിയുള്ള എല്ലാവരെയും ഇവന്മാര് പിടിച്ച് കെട്ടിയിടുകയാണ്. മാത്രമല്ല ആ പാവം അപ്പൂപ്പനെ കൊന്നു കളയുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സ്പൈക്ക് ഉണ്ടല്ലോ, അവൻ എന്തൊക്കെയോ ആവുകയാണ്. കാരണം ഇവര് കാണിച്ചു കൂട്ടുന്ന ഈ ക്രൂരത ഇതൊന്നും കണ്ടു നിൽക്കാൻ അവനെ കൊണ്ട് ആവുന്നില്ല. ഇപ്പൊ പുറത്തേക്ക് വന്ന ഇവരുടെ ലീഡർ ആയിട്ടുള്ള ജിമ്മി ഉണ്ടല്ലോ, ആ കൂട്ടത്തിലെ മറ്റൊരു ജിമ്മിയോട് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, എല്ലാവരുടെയും പേര് ജിമ്മി തന്നെയാണ്. അപ്പൊ അതിന്റെ കൂടെ വാലായിട്ട് ഒരു പേരുണ്ടാവുന്നത് മാത്രം. സോ ജിമ്മി ഇങ്ക് എന്ന് പേരുള്ള ഒരു പെണ്ണിനോട് ഇപ്പൊ ജിമ്മി പറയണത്, നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ കൊടുത്താളാം. അതിന് ഇവർ പറയുന്നത് കാരുണ്യം കൊടുക്കുക അങ്ങനെ എന്നൊക്കെയാണ്. അതായത് ചെറുത്താന് വേണ്ടി ഇവരെ കൊടുക്കുക. എന്തായാലും നാളത്തേക്ക് വേണ്ടിയുള്ള ഇരകളെ നീ എന്തായാലും പോയി കണ്ടുപിടിക്കുക, ഇന്ന് നീ ഇവിടെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞേക്കാണ്. എന്നാൽ അവൾക്ക് അത് ഇഷ്ടാവുന്നില്ല. എന്നാലും പറഞ്ഞത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? അവള് നേരെ ആ വലിയ മൈതാനത്തിലേക്ക് ഇറങ്ങാണ് അടുത്ത ഇരയെ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ പോകുമ്പോൾ അവൾക്ക് നേരെ ഒരു സോംബി വരുന്നുണ്ട്. അത് അടുത്തെത്തുന്നത് വരെ അവൾക്ക് യാതൊരു കൂസലും ഇല്ല. തൊട്ടടുത്തെത്തിയ സമയത്ത് ബേഗിലുണ്ടായിരുന്ന കത്തി ഊരി അവളൊരു ഒറ്റ വെട്ടാണ് അവന്റെ കഴുത്തിന്, അതും കറങ്ങി തിരിഞ്ഞ്. സോ നല്ല അറവുകാരിയാണ് നമ്മുടെ ഈ ഒരു ജിമ്മി ഇങ്ക്. ആ കൂട്ടത്തിലെ ഒരു ബെസ്റ്റ് അറവുകാരി എന്ന് വേണമെങ്കിൽ തന്നെ പറയാട്ടോ. അറവുകാരി എന്ന് ഉദ്ദേശിച്ചത് സോംബികളെ നല്ല എളുപ്പത്തിൽ കൊന്നിടാൻ കഴിവുള്ള ആള് എന്നാട്ടോ. എന്തായാലും തന്റെ നേതാവിന് വേണ്ടി അടുത്ത ഇരകളെ തേടി പോകുന്ന ഈ ഒരു ജിമ്മി ഇങ്ക് ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോവാണ്. അവൾ ബൈനോക്കുലർ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു വൃദ്ധൻ, ദേഹം നിറയെ രക്താണ്, ഇയാളൊരു ആൽഫ സോംബിയുമായിട്ട് ഡാൻസ് കളിക്കുന്നു. ആ ഏരിയ മുഴുവനായിട്ടും തലയോട്ടികളും മനുഷ്യരുടെ എല്ലുകളാണ്. അവളിപ്പോ അത് കണ്ട് വല്ലാതെ എക്സൈറ്റഡ് ആവുകയാണ്. വല്ലാതൊരു ആകാംക്ഷ തോന്നുകയാണ്, ഇതെന്താണ്, ആരാണ് ഇയാള്? ഇതിനുശേഷം കാണിക്കുന്നത് നേരത്തെ കണ്ട ആ പാവ ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാവരും ഒരു ഷെഡിന്റെ ഉള്ളിൽ കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുകയാണ്. ഒച്ചയുണ്ടാക്കാൻ വരെ പറ്റാത്ത രീതിയിൽ അവരുടെ വായ വരെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവർ 3 പേരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും അവർക്ക് ക്യാദിയെ പിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ഷെഡിന്റെ മച്ചിൽ തന്നെ ക്യാദി കയറി ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അവിടെ നിന്നിട്ട് ഈ ചെങ്ങായി ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. അതായത് ചെറിയ പ്രായത്തിൽ അവനുണ്ടായ ആ ഒരു ട്രോമ കാരണം എന്തൊക്കെയോ മെന്റലി ഈ ജിമ്മിക്ക് പ്രശ്നങ്ങൾ വന്നിരിക്കുകയാണ്. അവൻ പറയുന്നത് ഈ ലോകത്ത് ദൈവമൊന്നുമില്ല, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നു. ഈ ലോകത്തുള്ളത് സാത്താനാണ്. ആ സാത്താന്റെ പേരാണ്
പേരാണ് ഓൾഡ് നിക്ക്. ആ ഓൾഡ് നിക്കിന്റെ മകനാണ് ഞാൻ. എന്റെ അച്ഛന് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഞാൻ എന്റെ അച്ഛന് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊലി ഇവിടെ വെച്ച് ഉരിഞ്ഞെടുക്കാൻ പോവാണ്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയണം. ഇതേ നേരം ഭയം കാരണം അവരെല്ലാവരും കരയാൻ തുടങ്ങുകയാണ്. മാത്രമല്ല ജിമ്മിയുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ജിമ്മിമാർ അവരൊരു പ്രത്യേകതരം മുഖം മൂടിയിട്ട് നേരെ ഇവരുടെ അടുത്തേക്ക് വന്ന് ഇവരുടെ വസ്ത്രം ഊരി പതിയെ പതിയെ അവരുടെ തൊലി ഉരിഞ്ഞെടുക്കാൻ തുടങ്ങുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ ഇവരിങ്ങനെ അലറി കരയാണ്. ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ നമ്മുടെ സ്പൈക്ക് പുറത്തേക്ക് ഓടി വരുന്നുണ്ട്. ഛർദ്ദിക്കുകയാണ് അവനിപ്പോ. ഈ നേരത്താണ് ജിമ്മി ഇങ്ക് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അവളിപ്പോ സ്പൈക്കിനോട് എന്താ കാര്യം ചോദിക്കുമ്പോൾ എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. അപ്പൊ ഈ ഇങ്ക് പറയാണ് ഇതൊക്കെ സഹിച്ചേ മതിയാവുള്ളൂ, വേറൊരു വഴിയില്ല. അതായത് ഈ കൂട്ടത്തിൽ കുറച്ച് കരുണയുള്ള ഒരാളാണ് ഈ ജിമ്മി ഇങ്ക് എന്ന് വിചാരിച്ച് ഒരുപാട് കരുണയൊന്നും അവളുടെ കയ്യിൽ ഇല്ലാട്ടാ. എന്തായാലും ആ മനുഷ്യരെ വളരെ ക്രൂരമായിട്ട് തന്നെ ഉള്ളിൽ വെച്ച് ഈ ജിമ്മിയുടെ ആൾക്കാർ തൊലി ഉരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇപ്പോ രാത്രി ആയിട്ടുണ്ട്. ഈ നേരത്ത് നമ്മുടെ ഡോക്ടർ കെൽസനെ കാണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് തന്നെ അൽഫ സോംബി ആയിട്ടുള്ള സാംസൺ ഉണ്ട് കേട്ടോ. അവൻ അങ്ങനെ ആകാശത്തിലെ ആ ചന്ദ്രനെ നോക്കി കുറെ നേരിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ നേരത്തെ എന്തുകൊണ്ടാണെന്നറിയില്ല ഡോക്ടർ കെൽസന് വല്ലാത്തൊരു വിഷമം. സാംസനോട് കെൽസന് ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ ഡോക്ടറുടെ ആ ഒരു സങ്കടത്തിന് കാരണം എന്താ വെച്ചാൽ അയാളുടെ കയ്യിലുള്ള ആ ഒരു മരുന്നുണ്ടല്ലോ, അത് 2 ആഴ്ചകൾ കൊണ്ട് തീരും. ഒരു 100 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ലബോറട്ടറിയിലും ലാബിലും ഫാർമസിയിലും പോയി നോക്കി. പക്ഷേ ഇനി എവിടെയും ബാക്കിയില്ല. 28 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് തീർന്നു. ഇനി 2 ആഴ്ച കൊണ്ട് അത് കഴിഞ്ഞാൽ സാംസൺ വീണ്ടും പഴയതുപോലെ തന്നെ ഒരു മൃഗമായിട്ട് മാറും. അതായത് ഒരു സൂംബിയായി കഴിയുമ്പോൾ അവർ വല്ലാത്ത വേദന അനുഭവിക്കുന്നുണ്ട്. സാംസനോടുള്ള ഇഷ്ടം കാരണം ഡോക്ടർ കെൽസൺ അവന് വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് വിടാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സാംസനോട് പറയാണ്, നിനക്ക് ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ തരാൻ പോവാണ്, നമുക്കിതെല്ലാം ഇവിടെ വെച്ച് തീർക്കാം. ഇവിടെ ഒരുപാട് തലയോട്ടികളുണ്ട്, അതിലൊരു സ്ഥലത്ത് നിനക്ക് ഞാൻ സ്ഥാനം തരാന്ന് പറഞ്ഞിട്ട് ഒരു വിഷം അവന്റെ ദേഹത്ത് ഡോക്ടർ കെൽസൺ കുത്തിവെച്ച് അവനെ കൊല്ലാൻ നോക്കുമ്പോൾ ഡോക്ടറെ ഞെട്ടിച്ചുകൊണ്ടൊരു കാര്യം അവിടെ നടക്കുകയാണ്. ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാംസൺ ഉണ്ടല്ലോ, മൂൺ എന്ന് പറയാണ്. അതായത് സോംബികൾ സംസാരിക്കാന്ന് വെച്ചാൽ തന്നെ അത് വലിയ അത്ഭുതമാണ്. ഇത് കണ്ട് ഞെട്ടിയ ഡോക്ടർ കെൽസൺ വേഗം തന്നെ ആ വിഷമരുന്ന് താഴെ ഇടുന്നുണ്ട് കേട്ടോ. അവനെ കൊല്ലുന്നില്ല. ഇതിനുശേഷം കാണിക്കുന്നത് വീണ്ടും ആ ഒരു ഷെഡ് തന്നെയാണ്. അതിനുള്ളിൽ വെച്ച് എല്ലാവരും ക്രൂരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അപ്പാപ്പനും ജീവനോട് ഉണ്ട് കേട്ടോ, മൂപ്പരെയും കൊന്നിട്ടില്ല. ഇവരുടെയൊക്കെ തൊലി ഇങ്ങനെ പറിച്ചെടുത്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ചില ആൾക്കാർക്കൊക്കെ ഇത് കണ്ട് ഛർദ്ദിക്കാനും വരുന്നുണ്ട്. മരണവേദന കൊണ്ട് അവരിങ്ങനെ അലറി കരയുന്നുണ്ട് കേട്ടോ. എന്നാൽ കാദിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ടോമിന്റെ തൊലി മാത്രം ഇത്രയും നേരമായിട്ട് ഉരിഞ്ഞെടുത്തിട്ടില്ല. ഇപ്പൊ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഈ ജിമ്മി ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നിനക്കൊരു അവസരം തരാം, ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരാനായിട്ട് നിനക്കൊരു അവസരം. അതല്ലെങ്കിൽ ഇവരെ പോലെ തന്നെ നിന്നെ ഞങ്ങൾ ബലിയർപ്പിക്കും. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരണമെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നീ ഫൈറ്റ് ചെയ്ത് തോപ്പിക്കണം. അപ്പൊ ആരെയാണ് വേണ്ടതെന്ന് നിനക്ക് തന്നെ സെലക്ട് ചെയ്യാന്ന് പറയാണ്. അങ്ങനെ ഇപ്പോ ഈ ടോമിന്റെ കെട്ടുകൾ അഴിച്ചു കൊടുക്കുന്നുണ്ട്. തളർന്ന് ഒരു പരുവായിട്ടുണ്ടായിരുന്ന ടോം ഇപ്പോ ആ കൂട്ടത്തിൽ ഏറ്റവും ദുർബലയായിട്ടുള്ള ഒരു പെണ്ണിനെ, ഒരു മെലിഞ്ഞ പെണ്ണിനെ ചൂണ്ടിക്കാണിച്ച് അവളോട് ഞാൻ ഫൈറ്റ് ചെയ്യാന്ന് പറയണം. പക്ഷെ പാവൻ ടോമിന് തെറ്റിപ്പോയി. കാണുമ്പോൾ ഒരു ഈർക്കിളിയെ പോലെ ഉണ്ടായിരുന്നെങ്കിലും അതിന് ഒടുക്കത്ത വേഗതയാണ്. ഒരു കത്തി പോലും എടുക്കാതെയാണ് ടോമുമായിട്ട് അവൾ ഫൈറ്റ് ചെയ്യാൻ വരുന്നത്. അവസാനം ടോമിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് തന്നെ അവന്റെ പുറത്തും കാലിലേക്ക് കുത്തി അവനെ അവിടെ തളർത്തി ഇടുന്നുണ്ട്. എന്നിട്ട് അവന്റെ മേത്തേക്ക് കയറി നിന്നിട്ട് ഇവള് പറയാണ്, കൂട്ടത്തിൽ ഏറ്റവും ദുർബലയാണെന്ന് കരുതിയിട്ടല്ലേ നീ എന്നെ സെലക്ട് ചെയ്തത്, പക്ഷെ ഇവിടെ വെച്ച് ഞാൻ നിനക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്നറിയോ, നരകം. ബാക്കിയുള്ളവരെ കൊന്നതുപോലെയല്ല ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നത്. നിന്റെ മുഖം മുതൽ തന്നെ നിന്റെ തൊലി ഞാൻ ഉരിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോ അത് എൻജോയ് ചെയ്യാനായിട്ട് നീ തയ്യാറായിക്കെന്ന് പറയും. എന്നാൽ പെട്ടെന്നാണ് ഈ പെണ്ണിന്റെ കണ്ണുകളൊക്കെ പുറത്തേക്ക് തള്ളി വരുന്നത്. പിന്നെ ഒരുമാതിരി തല കൊണ്ടുള്ള ഒരു ആട്ടവും. നോക്കുമ്പോ എന്താ, അവളുടെ തലയിലേക്ക് നല്ല കനമുള്ള ഒരു കോടാലി വന്ന് വീണിട്ടുണ്ട്. തല 2ആയിട്ട് കീറി പൊളഞ്ഞിരിക്കുകയാണ്. എന്താ സംഭവിച്ചെന്ന് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നീടല്ലേ മനസ്സിലായത്, ആ ഷെഡിന്റെ മച്ചിലുണ്ടായിരുന്ന ഈ ടോമിന്റെ ഭാര്യയായിട്ടുള്ള കാദി, അവളാണ് ആ വലിയ ഇരുമ്പ് കഷ്ണം എടുത്ത് ഇവളുടെ തലയിലേക്ക് ഇട്ട് അവളെ കൊന്നു കളയുന്നത്. അപ്പൊ തന്നെ കാദിയെ ജീവനോട് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ജിമ്മി അലറി പറയുന്നുണ്ട് കേട്ടോ. ഈ ഗ്യാപ്പിന് നമ്മുടെ ടോമി എങ്ങനെയൊക്കെയോ എഴഞ്ഞ് ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ ഒരു ഗ്യാസിന്റെ കുറ്റി ഉണ്ടായിരുന്നു. അവനിപ്പോ അതിന്റെ ആ ഒരു വാൽവ് തുറക്കുകയാണ്. എന്നിട്ട് സ്പാർക്ക് ചെയ്ത് അതിൽ തീ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്താ ചെയ്തതെന്ന് അറിയോ, ജിമ്മിയുടെ കൂട്ടത്തിലെ 2 ആൾക്കാരുടെ ദേഹത്തേക്ക് ഈ തീ വെച്ചങ്ങോട്ട് അടിച്ചു കൊടുക്കുകയാണ്. ഒരുത്തന്റെ ശരീരം നിന്നങ്ങോട്ട് കത്താൻ തുടങ്ങുകയാണ്. കുറെ എണ്ണത്തിന്റെ ദേഹത്തേക്ക് ഈ തീ തെറിക്കുകയും ചെയ്തു കേട്ടോ. ഒരുപാട് പേർക്ക് പൊള്ളലേറ്റു. ആ കൂട്ടത്തിൽ ഒരാളിപ്പോ ടോമിന്റെ നെഞ്ചിലേക്ക് തന്നെ ഒരു അമ്പ് വെച്ച് അടിക്കുന്നുണ്ട്. അവൻ സ്പോട്ടിൽ മരിച്ചുപോയി കേട്ടോ. എന്നാലും മരിക്കുന്നതിന് മുന്നേ ഇവന്മാർക്കിട്ട് നല്ല പണി തന്നെ ടോം കൊടുത്തു. ഇപ്പൊ ആ ഒരു ഷെഡ് മുഴുവനായിട്ടും തീ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവന്മാർ എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ ഗ്യാപ്പിന് കാദി മുകളിൽ നിന്നും താഴേക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയാണ്. അവളെ പിടിക്കാനായിട്ട് ജിമ്മി ഇപ്പൊ ഏൽപ്പിക്കുന്നത് സ്പൈക്കിനെയാണ്. സ്പൈക്ക് വേഗം തന്നെ അമ്പെടുത്ത് ഇപ്പൊ കാദിയുടെ പിന്നാലെ ഓടുകയാണ്. ആ ഗേറ്റിന്റെ അടുത്ത് അവളത് തുറക്കാൻ നിൽക്കുമ്പോൾ അവളുടെ തൊട്ടടുത്ത് വരെ സ്പൈക്ക് എത്തുന്നുണ്ട്. അവൾ അമ്പ ചെയ്ത് കൊല്ലാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്പൈക്ക് ആ ഒരു അമ്പ് താഴ്ത്തുകയാണ്. എന്നിട്ട് ഈ കാദോട് ചോദിക്കുന്നത്, ദയവ് ചെയ്തിട്ട് നിങ്ങൾ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകുമെന്ന്. വളരെ ദയനീയമായിട്ടാണ് അവൻ അത് ചോദിക്കുന്നത്. ഇപ്പൊ പതിയെ കാദി അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവന് നേരെ കൈ നീട്ടുകയാണ്. എന്നാൽ അവൾ എന്താ ചെയ്തെന്ന് അറിയോ, പിന്നീട് ആ കൈ മടക്കി ഒരൊറ്റ കുത്ത് അവന്റെ വയറ്റിനും കൊടുത്ത് അവൾ ഓടി രക്ഷപ്പെടുകയാണ്. ഇടിയും കൊണ്ട് നിലത്ത് വീണ സ്പൈക്ക് ഇപ്പൊ നേരെ ജിമ്മിയുടെ അടുത്തേക്ക് തന്നെ പോവാണ്. എന്നാൽ അവന്റെ കയ്യിൽ കാദിയുടെ തലയുമില്ല, അവളെ കൂടെ കൊണ്ടുവന്നിട്ടില്ല. ആകെ ദേഷ്യം വന്ന് ജിമ്മി പറയണം, നീ എന്താ അവളെ ചെയ്തേ, അവളെ രക്ഷപ്പെടാൻ വിട്ടല്ലേ. ഇപ്പൊ പേടിച്ച് വിറച്ചുകൊണ്ടുവരാൻ സ്പൈക്ക് പറയണ, ഇല്ല ഞാൻ അവളെ കൊന്നിട്ടുണ്ട്. എന്നാ പിന്നെ എന്താ അവളുടെ ഒരു തലയെങ്കിലും അറുത്ത് കൊണ്ടുവരാതിരുന്നത്. അത്
പിന്നെ ഇരുട്ടത്തായിരുന്നു, എനിക്ക് മര്യാദക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഓഹോ അങ്ങനെയാണല്ലേ, നീ എന്റെ അടുത്ത് നുണ പറയുന്നുണ്ടല്ലേ. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ ഓൾഡ് ജിമ്മിയോട്, അതായത് സാത്താനോട്, നീ ശരിക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കാൻ അർഹതയുള്ളവനാണോ എന്ന്. ഇനി ആ അർഹത നിനക്കില്ല എന്ന് ഓൾഡ് ജിമ്മി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിന്റെ മുഖം ഞങ്ങൾ പറിച്ചെടുക്കുന്നു പറയാണ്. ഇത് കേട്ട് പാവ സ്പൈക്ക് കിടന്ന് കരയാൻ തുടങ്ങുകയാണ്. അവർ ചെയ്യുന്ന പറഞ്ഞാൽ ചെയ്തിരിക്കും. ഈ നേരത്തെ ജിമ്മി ഉണ്ടല്ലോ പ്രാർത്ഥിക്കുന്നത് പോലെ കൈ മുകളിലേക്ക് ഉയർത്തി ഓൾഡ് ഇങ്കിനോട് ചോദിക്കുകയാണ് ഇവനെ എന്താ ചെയ്യേണ്ടതെന്ന്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന ജിമ്മി ഇങ്ക് ഉണ്ടല്ലോ അവള് പറയാണ്, ജിമ്മി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഓൾഡ് ഇങ്കിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം, പക്ഷെ അത് പ്രാർത്ഥനയോടല്ല നേരിട്ട് ചോദിക്കാന്ന്. അപ്പൊ തന്നെ ജിമ്മി പറയുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നത്, നമ്മൾ വിളിക്കുമ്പോൾ അങ്ങനെ വരുമൊന്നുമില്ല, അവൻ അതൊരു വല്ലാത്ത ശക്തിയാണ്. ഈ സമയത്ത് ഇങ്ക് പറയാണ്, ഞാൻ നീ പറഞ്ഞ ആ ഒരു ഓൾഡ് ഇങ്കിനെ കണ്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ അടുത്ത ഏരിയ തേടി ഞാൻ പോയ സമയത്ത് ഒരു തലയോട്ടിയുടെ ഒരു അമ്പലം, അവിടെ ഒരു ആൽഫ സോംബിയെ കുഞ്ഞുങ്ങളെ പോലെ നടത്തുന്ന ഒരു വൃദ്ധനെ ഞാൻ കണ്ടായിരുന്നു. അയാളുടെ ദേഹം മുഴുവൻ രക്തമായിരുന്നു. ചിലപ്പോ അതായിരിക്കും നീ പറഞ്ഞ സാത്താന്മാരുടെ രാജാവായിട്ടുള്ള ഓൾഡ് ഇങ്ക്. അപ്പൊ നമുക്ക് അയാളോട് തന്നെ നേരിട്ട് പോയി ചോദിച്ചാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ജിമ്മി എന്നെ ഒന്ന് ഞെട്ടിപ്പോണ്. എന്ത് ഓൾഡ് ഇങ്കിനെ നീ നേരിട്ട് കണ്ടു എന്നോ? അവനത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങൾ ചുമ്മാ അങ്ങ് തട്ടിവിടുകയാണ് ഇവന്മാരെ പേടിപ്പിച്ച് കൂടെ നിർത്താനായിട്ട്. അതുപോലെ ഇവന് നല്ല മാനസികമായ പ്രശ്നങ്ങളുണ്ട്, ഒരു പക്കാ തലതെറിച്ച സൈക്കോ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അവന് തന്നെ ഇപ്പൊ കൺഫ്യൂഷൻ ആവുകയാണ്. ഇനിയിപ്പോ ഇവള് പറഞ്ഞതുപോലെ ഓൾഡ് നിക്ക് എന്ന് പേരുള്ള ഒരാൾ അവിടെ ഉണ്ടാവുമോ, ആ സാത്താൻ അവിടെ ഉണ്ടാവുമോ? അതായത് വൺ മാൻ ഷോയില് സലീം കുമാർ ഭ്രാന്താശുപത്രിയിൽ നിന്നും എല്ലാവരോടും ബിരിയാണി ഉണ്ട് അങ്ങോട്ടേക്ക് പൊയ്ക്കോന്ന് പറഞ്ഞില്ലേ. എല്ലാ ഭ്രാന്തന്മാരെയും സലീം കുമാർ പഠിച്ചതാണ്. എന്നിട്ട് അവസാനം സലീം കുമാറും അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് നോക്കുകയാണ്. അപ്പൊ ഒരാൾ ചോദിക്കുന്നുണ്ട്, അല്ല നീയല്ല അവരോട് നുണ പറഞ്ഞേ ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, പിന്നെ നീ എന്തിനാ അങ്ങോട്ടേക്ക് പോന്നേ? അപ്പൊ സലീം കുമാർ പറയും, ഇനി എങ്ങാനും അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ. അതേ കാര്യമാണ് ഇവിടെ ജിമ്മിക്കും സംഭവിച്ചത്. അതായത് ഇവര് പറയുന്നത് പോലെ ഇനി എങ്ങാനും ഓൾഡ് ഇങ്ക് അവിടെ ഉണ്ടെങ്കിലോ പോയി കാണാം എന്ന് കരുതിയിട്ട് ജിമ്മി ഇങ്ക് പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോകാൻ സമ്മതിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ബോൺ ടെമ്പിളിൽ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്ന സാംസൺ ഇപ്പൊ എഴുന്നേൽക്കുകയാണ്. അവന്റെ കയ്യിൽ ഒരു തുണി ഉണ്ടായിരുന്നു കേട്ടോ. ആ തുണി ഉപയോഗിച്ച് അവന്റെ മാനം മറക്കുകയാണ് അവനിപ്പോ. അതായത് സാംസൺ എന്തൊക്കെയോ ഒരുപാട് മാറ്റങ്ങൾ വന്നതുപോലെ അവന്റെ ആ ഒരു തുടുത്ത് നിൽക്കുന്ന ഞരമ്പൊക്കെ പതിയെ പതിയെ താവാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് അവൻ ആ ഒരു കാട്ടിലേക്ക് പോയിട്ട് നല്ല മധുരമുള്ള ബ്ലാക്ക് ബെറീസ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അവൻ പറിച്ചു കഴിക്കുകയാണ്. പച്ച ഇറച്ചി കഴിക്കുന്നതിനേക്കാൾ രുചി അവൻ അത് കഴിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതേ നേരം തന്നെ നമ്മുടെ ഡോക്ടർ കെൽസൺ അദ്ദേഹത്തിന് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നിയിട്ട് പിന്നെയും കുറച്ചധികം പരീക്ഷണങ്ങൾ അദ്ദേഹം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ, നമ്മുടെ ഈ ഒരു സാംസൺ മൂൺ എന്നൊരു വാക്ക് സംസാരിച്ചില്ലേ, അതൊരു ശുഭലക്ഷണമാണ്. എന്തായാലും അവനെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ഡോക്ടർ കെൽസൺ അറിയായിരുന്നു. ഇപ്പൊ സാംസനെ നോക്കി പുറത്തേക്ക് വന്ന സമയത്ത് ഡോക്ടർ കെൽസൺ ഇപ്പോൾ അവനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. അതായത് അവൻ എങ്ങോട്ടോ കാട്ടിലേക്ക് പോയിട്ടുണ്ട്. ഈ നേരത്ത് അവിടെ സാംസനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡോക്ടർ കെൽസനെ ദൂരെ ഒരു കാട്ടിൽ നിന്നും ജിമ്മിയും അവന്റെ കൂട്ടാളികളും കാണുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും കൂടെ അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ ജിമ്മി പറയണേ, വേണ്ട ആദ്യം ഞാൻ പോയിട്ട് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നിങ്ങളെ കൊണ്ടുപോകാന്ന് പറയണം. എല്ലാവരും കൂടെ ഒരുമിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവന്റെ കള്ളി വിളിച്ചതാവുമല്ലോ, അതുകൊണ്ടാണ് ജിമ്മി ഇങ്ങനെ പറഞ്ഞത്. പിന്നീട് അവൻ ഒറ്റയ്ക്ക് ഡോക്ടർ കെൽസനെ കണ്ട് സംസാരിക്കാനായിട്ട് പോവാണ്. ഇതേ നേരം തന്നെ കാട്ടിലൂടെ നടക്കുന്ന സാംസനെ കാണിക്കുകയാണ് കേട്ടോ. അതായത് വ്യത്യസ്തമായിട്ടുള്ള പല ശബ്ദങ്ങളും അവനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. പഴയ ഓർമ്മകളുടെ ചെറിയ ചെറിയ ഭാഗങ്ങൾ അവന്റെ മൈൻഡിലൂടെ വന്നു പോവാണ്. ആളുകൾ സംസാരിക്കുന്ന കാര്യവും ട്രെയിനിന്റെ ശബ്ദവും അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട്. ഇതേ നേരം തന്നെ ഇപ്പൊ ജിമ്മി ഉണ്ടല്ലോ ആ ഒരു ബോൺ ടെമ്പിളിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെ സാംസനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ അവൻ കാണുകയാണ്. അങ്ങോട്ടേക്ക് പോയപാട് തന്നെ ഡോക്ടറെ അവൻ വിളിക്കുന്നുണ്ട്. നിങ്ങളാണോ ഈ ഓൾഡ് നിക്ക് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട സമയത്ത് ഡോക്ടർ കെൽസൺ പറയാണ്, ഓൾഡ് നിക്കോ? അതാരാണ്? എനിക്കറിയില്ലല്ലോ. ഞാൻ ഓൾഡ് നിക്കല്ല, എന്റെ പേര് ഡോക്ടർ കെൽസൺ എന്നാണ്. അപ്പൊ ഒരു ആകാംക്ഷയോടെ ജിമ്മി ചോദിക്കുകയാണ്, ഓൾഡ് നിക്കിനെ നിങ്ങൾക്ക് ആർക്കും അറിയില്ലേ? ഇല്ല എന്ന് തന്നെ ഡോക്ടർ കെൽസൺ പറയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ജിമ്മി ഉണ്ടല്ലോ ഒരു സൈക്കാട്രിക് പേഷ്യന്റ് ആണ്. ചെറിയ പ്രായത്തിൽ അവന്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ആ ഒരു ട്രോമ കാരണം അവന് ഓരോ കാര്യങ്ങൾ അങ്ങനെ ഇമാജിൻ ചെയ്യാണ്. ഒരു സാത്താനുണ്ട്, ആ സാത്താന്റെ മകനാണ് ഞാൻ, സാത്താന്റെ പേര് ഓൾഡ് നിക്ക് എന്നാണ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ. എന്തായാലും ഇതെല്ലാം കേട്ട സമയത്ത് ഡോക്ടർ കെൽസൺ പറയാണ്, നീ വിചാരിക്കുന്നത് പോലെ ഒരാളേ അല്ല ഞാനൊരു സാധാരണ മനുഷ്യൻ, ഒരു പാവൻ ഡോക്ടറാണ്. ഇത് കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ ഇപ്പോ ജിമ്മി ചോദിക്കാണ്, അപ്പൊ ഈ കാണുന്നതൊക്കെ നിങ്ങളുടെ പേഷ്യൻസിന്റെ എല്ലുകളായിരിക്കുമല്ലേ? ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ബൈനോക്കുലർ വെച്ച് ജിമ്മി ഇങ്കും സ്പൈക്കും നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഡോക്ടറോട് കുറച്ച് വിശദമായിട്ട് തന്നെ ജിമ്മി സംസാരിക്കുകയാണ്. അതായത് അവൻ വിചാരിച്ചതുപോലെ ഒന്നല്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ, ഇയാളൊരു സാധാരണ മനുഷ്യനാണ്. അങ്ങനെ സംസാരിച്ച ഒരു സമയത്ത് ജിമ്മി ഒരു കാര്യം പറയുന്നുണ്ട്, ഡോക്ടർ കെൽസൺ ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഞാനൊരു കൾട്ട് ഗ്രൂപ്പിന്റെ ലീഡറാണ്, നിങ്ങളാണ് ഞാൻ പറഞ്ഞ ഒരു ഓൾഡ് നിക്ക് എന്നാണ് അവരെല്ലാം വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് അങ്ങനെയല്ല, ഇവിടെ വന്ന് അവർ സത്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കൊന്നുകളയും, നിങ്ങളുടെ കൊടൽമാല എടുത്ത് വായിൽ കുത്തി തിരികെന്ന് പറയണം. ഈ സമയത്ത് ഡോക്ടർ കെൽസൺ ഇങ്ങോട്ടേക്ക് വാ എന്ന രീതിയിൽ പുച്ഛത്തോടെ ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഡോക്ടർ കെൽസനുമായിട്ട് ജിമ്മി എന്തോ ഒരു ഡീൽ ഉണ്ടാക്കുന്നുണ്ട്. രാത്രിയായപ്പോൾ അവനിപ്പോൾ വന്നിട്ട് അവന്റെ കൂട്ടാളികളോട് പറയാണ്, അതായത് നാളെ രാത്രി നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും, പക്ഷെ നിങ്ങൾ ആരും അദ്ദേഹത്തോട് സംസാരിക്കാൻ പാടില്ല, സംസാരിച്ചാൽ നരകത്തിന്റെ 7ാമത്തെ തട്ടിലായിരിക്കും നിങ്ങളെ കൊണ്ടുപോയിടാൻ പോകുന്നത്. കാരണം സാത്താന്റെ രാജാവായിട്ടുള്ള ഓൾഡ് നിക്കാണത്, അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള പെർമിഷൻ അതെനിക്ക് മാത്രമാണ്. അതായത് ഇവരെല്ലാവരും നല്ല പച്ചയ്ക്ക് പറ്റിക്കുകയാണ് ജിമ്മി. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരിങ്ങനെ കൂടെ അടിമകളെ പോലെ കൊണ്ടു നടക്കണം. ഇവന്മാരാണെങ്കിൽ വെറും പൊട്ടന്മാരും. ഈ പറയുന്നൊക്കെ വിശ്വസിച്ച് അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് അവന്റെ പിന്നാലെ അങ്ങനെ നടക്കും. എന്നാൽ സ്പൈക്കിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഈ ജിമ്മി വിളിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും പച്ച നുണയാന്നുള്ളത്. എന്നാൽ ഈ രാത്രിയിൽ തന്നെ ഡോക്ടറെ കാണാനായിട്ട് സാംസൺ വന്നിട്ടുണ്ട്. വളരെ ശാന്തനായിട്ട് അവൻ
അവൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവന്റെ ആ ഒരു അഗ്രസീവ്നെസ് ഒന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ ഡോക്ടർ അവനോട് സംസാരിക്കുകയാണ്. അതായത് ഇത്രയും കാലം എന്റെ ഉള്ളിൽ യാതൊരു രീതിയിലും മരണഭയം ഇല്ലായിരുന്നു, അങ്ങനെ ഒരു ഫീലിംഗേ എനിക്കില്ലായിരുന്നു. പക്ഷേ നീ എന്റെ വഴിക്ക് വന്നപ്പോ എനിക്ക് എന്തോ ഒരു മരണഭയം ഇപ്പൊ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് എന്റെ കാര്യം ആലോചിച്ചിട്ടല്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടാ. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ലൊരു പരീക്ഷണത്തിലായിരുന്നു. അതായത് ഈ സോംബികളായിട്ടുള്ള ആൾക്കാർ കുഞ്ഞുങ്ങളെ വരെ കൊല്ലുന്നുണ്ട്. അതായത് അവരുടെ കണ്ണിലൂടെ ആ ഒരു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർ മറ്റെന്തോ ആയിട്ടാണ് കാണുന്നത്. സോ അവർക്ക് സൈക്കോട്ടിക് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതുപോലെ അവരുടെ ഉള്ളിൽ വല്ലാത്ത കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പെയിനും ഉണ്ട്. അപ്പൊ അതിനെല്ലാത്തിനും പരിഹാരമായിട്ട് ഡോക്ടർ ഒരു മരുന്ന് കണ്ടുപിടിച്ചായിരുന്നു. അത് പതിയെ പതിയെ സാംസണിൽ പരീക്ഷിക്കാന്നാണ് വിചാരിച്ചത്. എന്നാൽ നാളെ നടക്കാൻ പോകുന്ന കാര്യം, ഈ ജിമ്മിയുമായിട്ട് എന്തോ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയല്ലോ. സോ അതിൽ എന്തെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ ഡോക്ടർ കെൽസനെ കൊന്നുകളയും. അതുകൊണ്ട് തന്നെ സാംസന്റെ ദേഹത്ത് നടത്താൻ വെച്ച പരീക്ഷണങ്ങളൊന്നും പിന്നീട് ചെയ്യാൻ പറ്റാതെയാവും. അതുകൊണ്ട് ഈ രാത്രിയിൽ തന്നെ ഡോക്ടർ കെൽസൺ അദ്ദേഹം കണ്ടുപിടിച്ച ആ ഒരു മരുന്ന് മുഴുവനും ഇപ്പൊ സാംസന് കഴിക്കാൻ കൊടുക്കുകയാണ്. അങ്ങനെ കുറെ നേരം വിളിക്കാനായിട്ടുണ്ട്. ഈ സമയത്ത് സ്പൈക്ക് പതിയെ അവിടുന്ന് എഴുന്നേറ്റ് രക്ഷപ്പെടാൻ നോക്കുകയാണ്. കുറച്ചു മുന്നോട്ടേക്ക് അവൻ പോയി രക്ഷപ്പെട്ടു എന്ന് കരുതിയപ്പോൾ ഒരുത്തൻ പിറകിൽ നിന്നും അവനെ പിടിക്കുകയാണ്. ഒരു ജിമ്മി ആയിരുന്നു അത്. ജിമ്മി എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ജിമ്മി തന്നെയാണ് വിളിക്കുക. അതിലൊരു ജിമ്മി വന്നിട്ട് ഇപ്പൊ നമ്മുടെ സ്പൈക്കിനെ പിടിച്ചു. എനിക്ക് അറിയാടാ നീ രക്ഷപ്പെടുമെന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിൽക്കാനുള്ള യാതൊരു അർഹതയും നിനക്കില്ല. അബദ്ധവശാൽ നിന്റെ കൈകൊണ്ട് എന്റെ കൂട്ടുകാരൻ മരിച്ചു. അപ്പൊ തന്നെ ഞാൻ ഓങ്ങി വെച്ചതാണ് നിനക്കിട്ട്. ഇവിടെ വെച്ച് ഞാൻ നിന്നെ കൊല്ലുന്നു പറഞ്ഞിട്ട് അവന്റെ വായ മുറിച്ചെടുക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ജിമ്മി ഇങ്ക് വന്നിട്ട് അവനെ ചവിട്ടി തെറിപ്പിക്കുകയാണ്. ഒന്നും നോക്കിയില്ല, അവന്റെ നെഞ്ചിലേക്ക് തന്നെ കത്തി കുത്തി കയറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അവരുടെ കൂട്ടത്തിൽ അത്യാവശ്യം നല്ല ഫൈറ്റ് ചെയ്യാൻ സ്കില്ലുള്ള ആളാണ് ജിമ്മി ഇങ്ക്. പിന്നീട് അവനെ കൊന്നതിന് ശേഷം ജിമ്മിയോട് വന്നിട്ട് അവള് പറയാണ് അവൻ ഇവിടുന്ന് ആ ഒരു ബോൺ ടെമ്പിളിലേക്ക്, അതായത് ഓൾഡ് നിക്കിനെ കാണാൻ ഒറ്റയ്ക്ക് പോകാൻ ശ്രമിച്ചു, അതുകൊണ്ടാണ് ഞാൻ അവനെ കൊന്നതെന്ന് പറയണം. എന്നാൽ ഈ ഒരു കാര്യം എനിക്ക് അത്ര വിശ്വാസമാകുന്നില്ല എന്ന് ജിമ്മി പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഓൾഡ് നിക്കിനെ നമ്മൾ നേരിട്ട് കാണാൻ പോവല്ലോ, അവിടെ വെച്ച് എന്താണ് അദ്ദേഹം പറയുന്നത് നോക്കട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ ഡോക്ടർ കെൽസൺ സാംസനെ നോക്കുകയാണ്. ഇന്നലെ രാത്രി അവൻ എന്തൊക്കെയോ മരുന്നുകൾ കൊടുത്തായിരുന്നല്ലോ. ഇപ്പൊ അവൻ അവിടെ എവിടെയും കാണാനില്ല. ഒരുപാട് നേരം അവനെ വിളിച്ചെങ്കിലും അവൻ വിളി കേട്ടില്ല കേട്ടോ. കാരണം കാട്ടിന്റെ ഉള്ളിൽ ഒരു പുഴയുടെ കരയിൽ പോയിരിക്കുകയായിരുന്നു സാംസൺ. ഇപ്പോ അവന്റെ കൈകളൊക്കെ നല്ല വൃത്തിയിൽ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിൽ ആ രക്തമെല്ലാം കണ്ട് അവനിപ്പോ അറപ്പ് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് പതിയെ ആ ഒരു മനുഷ്യന്റെ കോൺഷ്യസ്നെസ് അവന് തിരിച്ചു കിട്ടാൻ തുടങ്ങുകയാണ്. അവന്റെ മുഖമെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ട് കേട്ടോ. പതിയെ എന്തൊക്കെയോ മൈൻഡിലേക്ക് വരുന്ന ഈ സാംസൺ ഒരു വല്ലാത്തൊരു അബോധാവസ്ഥയിൽ എന്താ ഈ ചുറ്റും നടക്കുന്നത് ഇതൊന്നും മനസ്സിലാവാതെ അവൻ പതിയെ നടന്ന് ഉപേക്ഷിക്കപ്പെട്ട ഒരു ട്രെയിനിന്റെ ഉള്ളിൽ പോയിട്ട് അവൻ ഇരിക്കുകയാണ്. ഈ സമയത്ത് അവന് പഴയ ഓർമ്മകൾ വന്നു പോവാണ്. ഇൻഫെക്ഷൻ വരുന്നതിന് മുന്നേ ഇത്ര വലിയ ഭീമാകാരമായ ശരീരമൊന്നും അവൻ ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ മനുഷ്യനായിരുന്നു, സാധാരണ വലിപ്പം. അവൻ അവസാനമായിട്ട് യാത്ര ചെയ്ത ആ ഒരു കാര്യമൊക്കെ അവനിക്ക് ഓർമ്മ വരികയാണ്. അവന്റെ അടുത്തേക്ക് ടിക്കറ്റ് ചോദിച്ചു വന്ന ആ ടിറ്റിയും അവൻ കാണുന്നുണ്ട്. പെട്ടെന്ന് അവരുടെ മുഖം വികൃതമാകുകയാണ്. മയങ്ങിപ്പോയ സാംസൺ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരുപാട് സോംബികൾ അവന് ചുറ്റും. അവറ്റകളെല്ലാം കൂടി ഇപ്പൊ അവനെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. അതായത് സോംബികൾക്ക് മനസ്സിലാവും അവർ ആക്രമിക്കേണ്ടത് ആരെയാണെന്ന്. എന്തായാലും സാംസന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനൊന്നും ആ ചെറിയ സോംബികൾക്ക് കഴിയുന്നില്ല കേട്ടോ. എല്ലാത്തിനെയും പറിച്ചിടുകയാണ് സാംസൺ. ഇതേ നേരം തന്നെ ഡോക്ടർ കെൽസൺ ഇന്ന് രാത്രി ജിമ്മി അവന്റെ ആളുകളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരുമല്ലോ. അവന്റെ ആളുകളെ ഞാനൊരു സാത്താനാണ്, നിങ്ങളുടെ ദൈവമാണ് എന്ന രീതിയിൽ അവരുടെ മുന്നിൽ ഒരു ഷോ ഇറക്കണം. അതാണ് ജിമ്മിയുമായിട്ടുള്ള ഡോക്ടർ കെൽസന്റെ ആ ഒരു ഡീൽ എന്ന് പറയുന്നത്. അത് അഥവാ നടന്നില്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ കെൽസനെ അവൻ കൊന്നുകളയും. എന്തായാലും കെൽസൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേകതരം കാസറ്റ് അയാളുടെ കയ്യിലുണ്ടായിരുന്നു. സോ അതെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. അതിൽ ആ ഒരു പാട്ട് ആ സമയത്ത് പ്ലേ ചെയ്യാൻ വേണ്ടി. പിന്നെ വേറെയും കുറെ അധികം തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ രാത്രിയായി. ജിമ്മി ആണെങ്കിൽ അവന്റെ ആൾക്കാരെയും കൂട്ടിയിട്ട് നേരെ ഇപ്പോൾ ഈ ബോൺ ടെമ്പിളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ജിമ്മിയുടെ കൂടെ ആകെയുള്ളത് 4 പേരാണ്. ഒന്ന് ജിമ്മിയും പിന്നെ വേറെ 2 ആൾക്കാരും പിന്നെ ജിമ്മി ഇങ്കും അതുപോലെ തന്നെ നമ്മുടെ സ്പൈക്കും. ഇവരങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ഡോക്ടർ കെൽസൺ ഒരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതേ നേരം ഇവരെത്തിയ പാട് തന്നെ ആ ഒരു മ്യൂസിക്കും പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നീട് പ്രത്യേക രീതിയിൽ മേക്കപ്പ് ധരിച്ച ഡോക്ടർ കെൽസൺ ഇവരുടെ മുന്നിലേക്ക് ചാടി വീണ് ഒരു പ്രത്യേക രീതിയിൽ നൃത്തം വെക്കാൻ തുടങ്ങുകയാണ്, ഒരു ചെകുത്താനെ പോലെ. ഇതെല്ലാം കണ്ട് ഇവരെല്ലാവരും ആകെ അമ്പരന്ന് നിൽക്കുന്നുണ്ട്. എന്തിനു പറയണം, നമ്മുടെ ജിമ്മി വരെ അമ്പരന്ന് നിൽക്കുകയാണ്. ഇനിയിപ്പോ ഇത് തന്നെയാണോ ആ സാത്താൻ എന്ന് വരെ അവൻ വിശ്വസിച്ചു പോകുന്നുണ്ട്. ഇതിനിടയിൽ ഡോക്ടർ ചെറിയൊരു ചെപ്പിടി വിദ്യ കാണിക്കുന്നുണ്ട്. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കെമിക്കൽ, ഒരു പൗഡർ, അത് ഇവരുടെ എല്ലാവരുടെയും മുഖത്തേക്ക് നന്നായിട്ട് ഊതി വിടുകയാണ്. ആ ഡ്രഗ് വലിച്ചു കയറ്റി ഇവർക്ക് പല ഹാലൂസിനേഷനും വരുന്നുണ്ട്. അതിനുശേഷം ഒരു തീപ്പൊരി വിദ്യ വരെ ഡോക്ടർ കെൽസൺ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ട് ഇവർ ശരിക്കും വിശ്വസിക്കുകയാണ്. ഇതാണ് ഇവരുടെ ദൈവമായിട്ടുള്ള ആ സാത്താൻ, ഓൾഡ് നിക്ക്. അയാൾ ഇനിയിപ്പോ എന്ത് ചെയ്താലും ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് തന്നെ ഇവരവിടെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ട്രെയിനിന്റെ ഉള്ളിൽ നിന്നും എല്ലാ സോംബികളെയും കൊന്നൊട്ടിക്കുക സാംസൺ ഇപ്പോ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ അവൻ പഴയതുപോലെ ശാന്തനല്ല, അത്യാവശ്യം നല്ല രീതിയിൽ അഗ്രസീവാണ്. ഇപ്പോ കണ്ടറിയാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇതേ നേരം ആ ഒരു ബോൺ ടെമ്പിളിന്റെ ഉള്ളിൽ ഡോക്ടർ കെൽസൺ നൃത്തമെല്ലാം നിർത്തിയിട്ട് ഇപ്പൊ ജിമ്മിയുടെ ആൾക്കാരുടെ മുന്നിലേക്ക് വന്നിട്ട് അവരോട് സംസാരിക്കുകയാണ്. അതും ഒരു ചെകുത്താനെ പോലെ. ഞാനാണ് നിങ്ങളുടെ ലീഡർ, ഞാൻ പറയുന്നത് നിങ്ങൾ അതുപോലെ അനുസരിക്കണം. ഈ നിൽക്കുന്ന ജിമ്മി ഉണ്ടല്ലോ, അവൻ എന്റെ മകനാണ്. അവൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കണം. അവന് വേണ്ടി എല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കണം. അതായത് എന്താണോ ജിമ്മി പറഞ്ഞത് അതുപോലെ തന്നെ ഡോക്ടർ കെൽസൺ ഇവിടെ വെച്ച് പറയാണ്. ഇതെല്ലാം കേട്ട് ബാക്കിയുള്ളവർ ആകെ അമ്പരന്ന് നിൽക്കുക കേട്ടോ.
ഇതിനിടയിൽ ജിമ്മിയും അവന്റെ കയ്യിൽ നിന്ന് ഓരോ കാര്യങ്ങൾ എടുത്തിരുന്നുണ്ട്. അപ്പൊ അങ്ങ് പറയുന്നത് ഓരോ ആൾക്കാരെ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ബലിയായിട്ട് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കണല്ലേ അതേ എന്ന് ഡോക്ടർ കെൽസൺ പറയാണ്. അതുപോലെ വേറൊരു കൽപ്പന കൂടെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇനിയും ആളുകളെ ചേർക്കൂ. അങ്ങനെ പറയാൻ ജിമ്മി പറഞ്ഞായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ കെൽസൺ അങ്ങനെ പറയുന്നത്. എല്ലാം കഴിഞ്ഞ് ഡോക്ടർ കെൽസന്റെ മുന്നിൽ മുട്ടുകുത്താനായിട്ട് ഇവരോട് പറയുന്നുണ്ട്. എല്ലാവരും മുട്ടുകുത്തുകയാണ്. ഇപ്പൊ ജിമ്മിക്ക് മുട്ടുകുത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര ഈഗോ ഉള്ള ആളാണ് അവൻ. ഇപ്പൊ ജിമ്മിയോട് ഡോക്ടർ കെൽസൺ പറയാണ്, നീ മുട്ടുകുത്തണ്ട, നീ എന്റെ മകനല്ലേ, എല്ലാ കൽപ്പനകളും നിങ്ങൾ കേട്ട് കഴിഞ്ഞില്ലേ, ഇനി ഇവിടുന്ന് പൊയ്ക്കോ എന്നിട്ട് അവര് പറഞ്ഞു വിടാൻ നിൽക്കുമ്പോൾ കൂട്ടത്തില് നമ്മുടെ സ്പൈക്കിന്റെ മുഖം കണ്ട് ഡോക്ടർക്ക് എന്തോ ഒരു സംശയം. ഡോക്ടർ പതിയെ അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവന്റെ കൈയും കാലും കിടന്ന് വിറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവന്റെ മുഖം മൂടി ഇപ്പോൾ ഡോക്ടർ ഒരുയാണ്, അത് സ്പൈക്കാണെന്ന് ഡോക്ടർ തിരിച്ചറിയുകയും ചെയ്തു കേട്ടോ. ഈ പ്രാന്തന്മാരുടെ കൂട്ടത്തിൽ അവൻ പെട്ടുപോയതാണെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഡോക്ടർ അവനെ രക്ഷപ്പെടുത്താൻ തീരുമാനിക്കുകയാണ്. ഇനിയിപ്പോ എനിക്ക് എന്ത് സംഭവിച്ചാലും ശരി, ചെറിയൊരു വിദ്യ ഡോക്ടർ കെൽസൺ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇയാൾ പറയാണ്, ഒരു കാര്യം കൂടെ എനിക്ക് വേണം. ഇത് കേട്ടപ്പോൾ ജിമ്മി പറയാണ്, ഒരു കാര്യമോ, നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി നമ്മൾ പോട്ടെന്ന് പറഞ്ഞപ്പോൾ ഇല്ല പോകാനായിട്ടില്ല, നിങ്ങൾ എല്ലാവരും ചേർന്ന് എനിക്കൊരു കാര്യം കൂടെ ചെയ്തു തരണം, നിങ്ങളുടെ ദൈവത്തിന് വേണ്ടി നിങ്ങളൊരു ബലി നൽകണം എന്ന് പറയണം. ഇത് കേട്ട് ജിമ്മിക്ക് ചെറുതായിട്ട് പണി മണക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഡോക്ടർ കെൽസൺ പറയുന്നത് എന്താ അറിയോ, നിങ്ങളുടെ ലീഡർ ആയിട്ടുള്ള ജിമ്മി എന്റെ മകൻ, എനിക്ക് അവനെ കൂടുതൽ അടുത്തേക്ക് വേണം. പണ്ട് യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയപ്പോഴാണല്ലോ അദ്ദേഹത്തിന്റെ പിതാവിനോട് അടുത്തത്, അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇവനെ ക്രൂസിഫൈ ചെയ്യണമെന്ന് പറയാണ്. ഇത് കേട്ട ജിമ്മി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ ജിമ്മി ഇങ്ങനെ ഇത് കേട്ടപ്പോൾ സന്തോഷമായി, ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവള് കത്തിയുമായിട്ട് വരികയാണ്. അപ്പൊ തന്നെ പണി പാളിയ ജിമ്മി പുറകിനെ വിളിച്ച് പറയുന്നുണ്ട്, ഈ കിഴവിന് പ്രാന്താണ്, ഇത് ഓൾഡിംഗ് ഒന്നുമല്ല, ഞാൻ പറഞ്ഞ് സെറ്റാക്കിയതാണ് ഇയാളെ. എന്നാൽ ജിമ്മി ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇല്ല, ഇത് നിങ്ങളുടെ പിതാവ് തന്നെയാണ്, ഇത് മറ്റേ ഒരു സാത്താനാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ബാക്കിയുള്ള രണ്ടാൾക്കാരുണ്ടല്ലോ, അവർക്കിപ്പോ എന്താ ചെയ്യേണ്ടത് ഭയങ്കര കൺഫ്യൂഷൻ. ജിമ്മിയെ കൊല്ലാനും പറ്റുന്നില്ല, അതുപോലെ തന്നെ അവരുടെ പിതാവായിട്ടുള്ള ഈ സാത്താൻ പറയുന്നത് നിഷേധിക്കാനും പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇവന്മാർ രണ്ട് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുകയാണ്. അപ്പൊ അവരുടെ ആ ഒരു കൺഫ്യൂഷൻ മാറ്റാനായിട്ട് ജിമ്മി ഇവിടെ വെച്ചൊരു കാര്യം ചെയ്യാണ്. ഇയാൾ കള്ളനാണെന്ന് ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഒരു കത്തിയെടുത്ത് ഡോക്ടർ കെൽസന്റെ വയറ്റിലേക്ക് ഒറ്റ കുത്തുകൊടുക്കുകയാണ്. ഇതാ കണ്ടോ, ഇയാളൊരു ചെകുത്താനൊന്നുമല്ല, സാധാ മനുഷ്യൻ, കുത്തേറ്റ് വീണത് കണ്ടില്ലേ. ഇയാളൊരു സാധാരണ മനുഷ്യൻ മാത്രമാണ്, നമ്മൾ വിചാരിച്ചതുപോലെ അത്ര ശക്തിയുള്ള ചെകുത്താനൊന്നുമല്ല. എന്തായാലും എന്നെ കൊല്ലാൻ നോക്കിയ ഈ ജിമ്മി ഇങ്കിനെ നിങ്ങൾ പിടിച്ച് കെട്ടിന്ന് പറയണം. അതേ നേരം തന്നെ ഇങ്ക് പറയുന്നുണ്ട്, വെറുതെ എന്റെ മേത്തേക്ക് വരണ്ട, പണി തരുന്നു പറയണം. എന്നാൽ ഇത് കേൾക്കാതെ ബാക്കിയുള്ള രണ്ടുപേരും അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ തന്നെ നല്ല കറക്റ്റ് സ്ഥലത്ത് നോക്കി അവൾ അറുത്ത് വിടുകയാണ് കേട്ടോ. രണ്ടും അവിടെ മരിച്ചു വീഴുന്നുണ്ട്. സ്പോട്ടിൽ തന്നെ നമ്മുടെ ജിമ്മിയുടെ വയറ്റിനിട്ട് ഒരു കുത്ത് കിട്ടുന്നുണ്ട്. കൊടുത്തത് മറ്റാരുമല്ല, നമ്മുടെ സ്പൈക്ക് തന്നെയായിരുന്നു. കുറെ ദിവസമായിട്ട് അവൻ അങ്ങനെ ഊങ്ങി വെച്ചതായിരുന്നു. നല്ല രീതിയിൽ തന്നെ അവന്റെ വയറ്റിന്റെ ഒരു ഭാഗത്തേക്കിട്ട് അവനങ്ങോട്ട് ചാമ്പി കൊടുത്തു. അത് കണ്ട സമയത്ത് ഒരു സന്തോഷം കിട്ടിയേട്ടാ. ഇതേ നേരം തന്നെ സ്പൈക്ക് നിലത്ത് വീണ് കിടക്കുന്ന ഡോക്ടർ കെൽസന്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അവസാനം ഇങ്ങനെ ചെയ്തത്? ഞങ്ങളെ ഞങ്ങളുടെ പാട്ടിന് വിട്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നല്ലോ. ഇപ്പൊ കെൽസൺ പറയാണ്, മോനെ, നീ ആ ഒരു മുഖംമൂടിക്കുള്ളിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് നീയാണെന്ന്. നിന്റെ കണ്ണ് കണ്ടപ്പോൾ മനസ്സിലായി നീ എത്രത്തോളം ഭയന്നിരിക്കുകയാണ്, നീ അനുഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന്. വീണ്ടും അതിനായിട്ട് നിന്നെ വിട്ടുകൊടുക്കാനായിട്ട് എനിക്ക് മനസ്സ് വന്നില്ലടാ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പൊ ഇവരുടെ ഒരു സംസാരം കേട്ട സമയത്ത് ജിമ്മി ഇങ്ക് ചോദിക്കുകയാണ്, നിങ്ങൾക്കപ്പോ നേരത്തെ അറിയായിരുന്നോ? സ്പൈക്ക് പറയണം, എനിക്ക് ഈ മനുഷ്യനെ നേരത്തെ അറിയാം. അതുപോലെ തന്നെ ഡോക്ടർ കെൽസൺ പറയാണ്, മോനെ, ഇനി ഇവിടെ നിൽക്കണ്ട, ഇവിടുന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു പൊയ്ക്കോന്ന് പറയാം. അതുപോലെ തന്നെ ജിമ്മി ഇങ്ക് ഒരു കാര്യം പറയുന്നുണ്ട്, ഡോക്ടറെ, നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ അവസാനത്തെ ആജ്ഞ അത് ഞാൻ അനുസരിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് സ്പൈക്കും ജിമ്മി ഇങ്കും കൂടെ ആ കാര്യം ചെയ്യണം കേട്ടോ. അതായത് ഇവരുടെ ലീഡർ ആയിട്ടുള്ള ജിമ്മിയെ ഇവര് കുരിശിൽ തറച്ചിടുകയാണ്. അവനിപ്പോ അലറി കരയുന്നുണ്ട്. ഇതേ നേരം തന്നെ സ്പൈക്കും ജിമ്മിയും അവിടുന്ന് പോകുകയും ചെയ്യാണ്. പോവാൻ നേരത്ത് ജിമ്മി ഇങ്ക് അവളുടെ തലയിൽ ആ ഒരു വെള്ള മുടി ഊരി വലിച്ചെറിയുന്നുണ്ട് കേട്ടോ. കുറെ കാലമായി ഇവരുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. അതുപോലെ തന്നെ ക്രൂസിഫൈ ചെയ്ത ജിമ്മിനെ ഇപ്പൊ കാണിക്കുന്നുണ്ട്. അതായത് സാധാ രീതിയിലല്ല, അവൻ എപ്പോഴും കുരിശിടാറ് തലതിരിച്ചായിരുന്നു. അതേ രീതിയിൽ തന്നെ തലതിരിച്ച് അവനെ ക്രൂസിഫൈ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. അതുപോലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇവൻ ഒരു പക്കാ പ്രാന്തനാണ്, ഒരു സൈക്യാട്രിക് പേഷ്യന്റ് ആണ്. ഇവന്റെ മൈൻഡിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തോന്നുകയാണ്, ഞാൻ സാത്താന്റെ മകനാണ്, ആ സാത്താൻ അവനോട് സംസാരിക്കുന്ന പോലെയൊക്കെ അവൻ ഓരോ സമയത്ത് തോന്നുമായിരുന്നു. എന്നാൽ ഇപ്പോ അവനൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. അപ്പൊ അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഉറക്കനെ നിലവിളിക്കുകയാണ്, നിങ്ങൾ എന്താ എന്റെ അടുത്തേക്ക് വരാത്തത്, നിങ്ങൾ സംസാരിക്കുന്ന എന്താ എനിക്ക് കേൾക്കാൻ പറ്റാത്തത്, എന്റെ അടുത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് അവനങ്ങനെ നിലവിളിച്ച് കരയാണ്. പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും. കാരണം ക്വാറന്റൈൻ ചെയ്യപ്പെട്ട ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇവിടുത്തെ സോംബികളെയും ആൽഫ സോംബി എല്ലാം സഹിക്കാം, പക്ഷെ ഇവനെ മാത്രം സഹിക്കാൻ പറ്റില്ല. അവന്റെ മരണം അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ അവൻ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൽഫ അവൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതായത് സാംസൺ തന്നെ. സാംസന്റെ ആ ഒരു ഭീകരമായ രൂപം മങ്ങിയ വെളിച്ചത്തിൽ അവൻ കാണുമ്പോൾ ശരിക്കും ചെകുത്താൻ വരുന്നത് പോലെ തന്നെ അവന് തോന്നുകയാണ്, രണ്ട് കൊമ്പുള്ള ഒരു ചെകുത്താൻ. എന്നാൽ സാംസൺ ഇപ്പൊ നേരെ വന്നത് ഡോക്ടർ കെൽസന്റെ അടുത്തേക്കാണ്. അവന് മുഖമെല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട്. അവനിപ്പോ ഡോക്ടറുടെ അടുത്തേക്ക് വന്നിട്ട് നന്ദി പറയാണ് കേട്ടോ. അതായത് അവന്റെ ആ ഒരു സംസാരം, അവൻ വാക്കുകൾ ഉച്ചരിച്ചപ്പോൾ തന്നെ ഡോക്ടറിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അവസാന നിമിഷത്തിലും അദ്ദേഹം നന്നായിട്ട് ചിരിക്കുകയാണ് കേട്ടോ. ഇതിനുശേഷം സാംസൺ അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡിയുമായിട്ട് അവിടുന്ന് പോവാണ്. ജിമ്മ് നോക്കുമ്പോൾ രണ്ട് കൊമ്പുള്ള ആ ഒരു ചെകുത്താൻ ഇവിടുന്ന് പോകുന്നത് പോലെ തന്നെ അവന് തോന്നുന്നുണ്ട്. എങ്ങോട്ടേക്കും പോവല്ലേ, എന്നെ കൂടെ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് അവനിങ്ങനെ ഉറക്കനെ കരയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവന്റെ ആഗ്രഹം പോലെ തന്നെ ഒരു
ചെകുത്താൻ അവന്റെ അടുത്തേക്ക് വന്നു, മറ്റേതോ ഒരു ആൽഫ. പിന്നെ എന്താണ് സംഭവിക്കുകയെന്ന് ഞാൻ പറയണ്ടല്ലോ, അവന്റെ തല മിക്കവാറും ശരീരത്തിൽ നിന്നും ഊരി എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഈ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ഫാം ഹൗസ് ആണ്. അതിന്റെ ഉള്ളിൽ ഒരു അച്ഛനും ഉണ്ട്, ഒരു മകളും ഉണ്ട്. അപ്പൊ മകൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് ഈ അച്ഛൻ. മാത്രമല്ല ആ മനുഷ്യൻ പറയുന്നത് പഴയ ഹിസ്റ്ററി അതെന്താണെന്ന് നമ്മൾ മറക്കുമ്പോഴാണ് പുതിയ കാലത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെ മകൾക്ക് ഓരോ കഥകളും ഹിസ്റ്ററിയും ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയിൽ ഒരു അലർച്ച ഇവർ കേൾക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഈ അച്ഛനും മകൾക്ക് മനസ്സിലായി അതെന്താണെന്ന്. രണ്ടുപേരും ഒരു ഗണ്ണും ബൈനോക്കുലറും കൂടെ എടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അവര് നോക്കുമ്പോൾ ഒരു കൂട്ടം സോംബികൾ രണ്ടാൾക്കാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ രണ്ടാൾക്കാരെ അത് മറ്റാരുമല്ല, ജിമ്മി ഇങ്കും അതുപോലെ തന്നെ നമ്മുടെ സ്പൈക്കും ആയിരുന്നു. ഇപ്പൊ ആ ഒരു പെൺകുട്ടി അച്ഛനോട് ചോദിക്കണം, അച്ഛാ നമുക്ക് അവരെ രക്ഷപ്പെടുത്തണ്ടേ? ഇപ്പൊ ആ മനുഷ്യൻ പറയാണ് തീർച്ചയായിട്ടും നമ്മൾ അവരെ രക്ഷപ്പെടുത്താൻ പോവാന്ന് പറയുന്നിടത്താണ് സിനിമ ഇവിടെ തീരുന്നത്. അതുപോലെ ഈ അവസാനം കാണിച്ച ഈ ക്യാരക്ടർ അത് ചെറിയൊരാളൊന്നും അല്ല കേട്ടോ. ആ ആക്ടറുടെ പേരാണ് സിലിയൻ മർഫി. ഇദ്ദേഹത്തെ പോലെ ഒരാളെ ഈ സിനിമയുടെ അവസാന ഭാഗത്തിൽ കുറച്ചു നേരത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ആലോചിച്ചാൽ പോരെ. ഈ കഥ ഇവിടെ തീരുന്നില്ല, ഈ കഥ ഇനിയും തുടരും. ഓക്കെ, അപ്പൊ എന്തായാലും സിനിമ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ സൈലന്റ് ഹിൽ ആ സിനിമയുടെ രണ്ടാം ഭാഗം നാളെ തന്നെ ഉണ്ടാകും കേട്ടാ. നാളെ ഉച്ചയ്ക്ക് ഒരു 11 മണിയാകുമ്പോഴേക്കും ഞാനത് പബ്ലിഷ് ചെയ്യും. സോ ആ കഥയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവര് നേരെ ആ ഒരു വീഡിയോ പോയിട്ട് കാണണം കേട്ടാ. എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.